രാമ 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 ഹരി ഹരേ ഹരി ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരി ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ ഹരേ ഹരേ. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇന്ന് നമുക്ക് ഹരിനാമ മഹാത്മത്തെ കുറിച്ച് പറഞ്ഞു തരുന്നത് ഹെയർ ഗ്രേസ് ശ്രീകാന്ത ദേവിദാസി മാതാജിയാണ്. മാതാജിയെ ബഹുമാനപൂർവം അതിനായി ക്ഷണിച്ചു കൊള്ളുന്നു. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഹരിനാമ മഹാത്മ്യത്തെ പറ്റി നോക്കാം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമയം ദദാതി സ്വപദാന്തികം. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ. ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നമുക്ക് ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും എൻ്റെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ഭക്തന്മാരുടെയും ആശീർവാദവും എനിക്ക് ആവശ്യമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും എനിക്ക് ഉണ്ടാവണം. അപ്പൊ ഇനി ഹരിനാമ മഹാത്മ്യത്തെ പറ്റി പറയാം. എല്ലാ ശാസ്ത്ര ഗ്രന്ഥങ്ങളിലും ഭഗവത്ഗീത, ഭാഗവതം എന്നീ ശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ ഓരോ സന്ദർഭങ്ങളിൽ ഹരിനാമ മഹാത്മ്യത്തെ പറ്റി ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ പരമോന്നതനായ ഭഗവാന്റെ ദിവ്യ നാമം കീർത്തിക്കുകയും ശ്രവിക്കുകയും സ്മരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ലഭ്യമാവുന്ന ആത്മീയശക്തി മഹത്താണെന്ന് ഭാഗവതം 3-ാം സ്കന്ധം 33-ാം അധ്യായത്തില് 6-ാം ശ്ലോകത്തിൽ പറയുന്നു. ഭഗവാന്റെ ദിവ്യനാമം കീർത്തിക്കുന്നതിലൂടെ ഒരുവന്റെ സകല പാപകർമ്മങ്ങളുടെയും പ്രതിപ്രവർത്തനങ്ങളിൽ നിന്ന് പെട്ടെന്ന് മോചിതനാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്, ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ അത് തന്നെ ഈ ഹരിനാമ മാഹാത്മ്യത്തിന്റെ പ്രത്യേകതയാണ്. പെട്ടെന്ന് എന്ന് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഹരിനാമം ജപിക്കുന്നത് അപരാധ തലത്തിലോ അപരാധരഹിത തലത്തിലോ അല്ലെങ്കിൽ പരിശുദ്ധ തലത്തിലോ ആണെങ്കിൽ പോലും ഒരാൾ തൻ്റെ നാവിന്റെ അഗ്രത്താൽ ജപിക്കുന്ന നാമം മഹത്വപൂർണമാണെന്ന് ഇവിടെ എടുത്തു പറയുന്നു. നാമം പരമോന്നതനായ ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയായിരിക്കണം നമ്മൾ ജപിക്കേണ്ടത്. വിനയത്തോടെ, പ്രേമഭാവത്തോടെ, ശ്രദ്ധയോടെ, അവനവന് കേൾക്കാൻ വിധത്തിലായിരിക്കണം നാമം ജപിക്കാൻ. ഈ ഒരു ഒറ്റ മഹാമന്ത്രം തന്നെ ഈ കലിയുഗത്തിൽ നമ്മളെ ഉദ്ധരിക്കുന്നു. ഈ മഹാമന്ത്രം ജപിക്കുന്നത് കൊണ്ട് നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും മനസ്സും ഭഗവാനുമായി കണക്ട് ചെയ്യപ്പെടുന്നു. അതുവഴി നമ്മുടെ ഹൃദയം പരിവർത്തനം ചെയ്യപ്പെടുകയും മനസ്സിലെയും ഹൃദയത്തിലെയും മാലിന്യങ്ങളൊക്കെ നീങ്ങി പരിശുദ്ധമാക്കപ്പെടുകയാൽ എന്തു പറ്റുന്നു? ഭഗവാന്റെ സേവനത്തിനുള്ള ഇച്ഛ അല്ലെങ്കിൽ ആസക്തി നമ്മളിൽ ഉണ്ടാവുന്നു. ഇതുവഴി നമുക്ക് നമ്മുടെ ചേതനാശക്തി വർദ്ധിക്കുകയും ഭയം, ശോകം മുതലായവ മാറി ശാന്തി നമുക്ക് ലഭിക്കുന്നു. പിന്നെ നമ്മുടെ യൗവന കാലത്ത് തന്നെ നമ്മൾ ഭഗവാനെ സ്മരിച്ച് ശീലിച്ചില്ലെങ്കിൽ മരണസമയത്ത് നമുക്ക് സ്മരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, മാം അനുസ്മര എന്ന് വെച്ചാല് എന്നും എന്നെ സ്മരിക്കുക എന്ന്. അതുപോലെ
പിന്നെ ചൈതന്യ മഹാപ്രഭുവും അത് തന്നെയാണ് ഉപദേശിക്കുന്നത്, കീർത്തനീയ ഹരി എന്ന്. അപ്പൊ അതിനാൽ എപ്പോഴും നമ്മുടെ ജീവിതത്തില് നാം ഭഗവാന്റെ നാമോച്ചാരണങ്ങൾ ചെയ്ത് ശീലിക്കണം. ഭഗവാന്റെ നാമവും ഭഗവാനും തമ്മിൽ ഒരു വ്യത്യാസമില്ല. നമ്മുടെ ജീവിതത്തിലെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന പ്രവൃത്തികൾ ഭഗവാന്റെ നാമോച്ചാരണത്തിന് ഉതകുന്ന വിധത്തില് സ്മരിക്കാൻ പറ്റിയ വിധത്തിൽ ചിട്ടപ്പെടുത്തണം. അങ്ങനെ 24 മണിക്കൂറും നമുക്ക് ഭഗവത് നാമോച്ചാരണത്തില് ഭഗവത് നാമോച്ചാരണം ചെയ്ത് ഭഗവത് സ്മരണ ശീലിക്കണം. പിന്നെ 33-ാമത്തെ മുകുന്ദമാല സ്തോത്രത്തിലെ 33-ാം ശ്ലോകത്തില് കൃഷ്ണ ത്വദീയ പദ പങ്കജ പഞ്ചരാന്ത എന്ന ശ്ലോകത്തിൽ പറയുന്നു, ഹേ കൃഷ്ണ, എന്റെ മനസ്സാവുന്ന രാജഹംസം അങ്ങയുടെ പാദത്തിൽ ഇപ്പോൾ തന്നെ, പാതാരവിന്ദങ്ങളിൽ ഇപ്പോൾ തന്നെ പ്രവേശിക്കട്ടെ എന്ന് വെച്ചാല് മരണവേളയിൽ പിന്നെ ഖണ്ഡം, വാത, പിത്ത, കഫാദികളാൽ തടസ്സപ്പെടുമ്പോൾ ഭഗവാനെ സ്മരിക്കാൻ എങ്ങനെ കഴിയാൻ നമുക്ക് കഴിയില്ല. അതാണ് കുലശേഖര രാജാവ് ഇവിടെ പറയുന്നത്. അത് തന്നെ ഒന്നുകൂടി തർപ്പിച്ച് 37-ാമത്തെ ശ്ലോകത്തില്, മുകുന്ദമാല സ്തോത്രത്തില് 37-ാമത്തെ ശ്ലോകത്തില് കുലശേഖര രാജാവ് പറയുന്നുണ്ട്. ഈ ശ്ലോകം ഇങ്ങനെയാണ്: ഇതം ശരീരം പരിണാമപേശലം പദത്തവശ്യം സദസന്ധി ജർജരം കിം ഔഷധം പൃച്ഛസി മൂഢദുർമദേ നിരാമയം കൃഷ്ണ രസായനം പിബ. എന്നുവെച്ചാല് നമ്മുടെ ഈ ശരീരം പരിണാമങ്ങൾക്ക് വിധേയമാണ് അല്ലെ. കൗമാരം, യൗവനം, വാർദ്ധക്യം എങ്ങനെ വന്നു പോകും. അപ്പൊ അവസാന കാലത്ത് എന്താ പറ്റുന്നത്? ശരീരത്തിന്റെ 100 കണക്കിനുള്ള സന്ധികളുടെ ബലം, ശക്തിയൊക്കെ നശിച്ചിട്ട് നമ്മൾക്ക് ശരീരം നിലം പതിക്കുന്നു. അപ്പൊ വാർദ്ധക്യത്തില് നമ്മുടെ ഓർമ്മശക്തിയും ബലവും എല്ലാം ശക്തിയൊക്കെ നശിച്ച് രോഗങ്ങളാൽ പീഡിതനാകുന്നു. അപ്പൊ എന്താ നമ്മൾ ചെയ്യുന്നത്? മരുന്നുകളെ ആശ്രയിക്കുന്നു. അപ്പൊ ഇവിടെ രാജാവ് ചോദിക്കുന്നത് ഇതാണ്: എന്ത് ഔഷധമാണ് ദുർബുദ്ധിയായ മൂഢ നീ ആവശ്യപ്പെടുന്നതെന്ന്? ഈ ഔഷധം കൊണ്ട് നിനക്കൊന്നും നേടാൻ സാധിക്കില്ല എന്ന്. ഒരു ആശ്വാസവും നൽകാൻ പോകുന്നതല്ല ഈ ഔഷധങ്ങൾ. അതുകൊണ്ട് വിഷമിക്കാതെ കൃഷ്ണരസായനം എന്ന ഔഷധം നീ പാനം ചെയ്യൂന്ന്. എന്നുവെച്ചാല് കൃഷ്ണരസായനം എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹരിനാമങ്ങളാണ്. ഹരിനാമ ജപം, ഹരിനാമമാകുന്ന കൃഷ്ണരസായനം നിരന്തരം ജപിക്കൂ എന്ന് കുലശേഖര രാജാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും വിഫലമാകാത്തതാണിത്. ഒരിക്കലും വിഫലമാകാത്ത ഈ നാമജപം നമ്മളെ ജനന മരണങ്ങളുടെ ആവർത്തനമാവുന്ന രോഗത്തിൽ നിന്നും മോചനം നൽകുന്നു. അതിനാൽ നാമജപത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി എല്ലാവരും വാർദ്ധക്യം വരുന്നത് കാത്തിരിക്കാതെ എന്നും ഇപ്പോൾ തന്നെ നാമജപം ജപിക്കാൻ ശീലിക്കണം. അതിനുവേണ്ടി നമുക്ക് ഭഗവാൻ എല്ലാവർക്കും ഭഗവാന്റെ കൃപ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ഇത് ഒരു 54 പകുതി മാല നമുക്ക് ജപിക്കാം. എല്ലാവർക്കും ഇതിനു മുമ്പ് ഇപ്പൊ കുറെ ക്ലാസ്സുകളായല്ലോ, എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ അല്ലെ. എല്ലാരും മാല എടുത്ത് ഇത് പഞ്ചതത്വ മഹാമന്ത്രം ചൊല്ലിയിട്ട് നമുക്ക് ജപിക്കാൻ തുടങ്ങാം. ഞാൻ പറയുന്നതില് എല്ലാരും പച്ചത്തില് പറയും. അൺമ്യൂട്ട് ചെയ്തിട്ട് പഞ്ചതത്വ മഹാമന്ത്രം ചൊല്ലാൻ പോണേനെ. ഹരേ ജയ് ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീ വാസാദി ഗൗര ഭക്തവൃന്ദ. എല്ലാരും അൺമ്യൂട്ട് ചെയ്തിട്ട് ഞാൻ ചൊല്ലുന്ന അതേ ഇതില് ചൊല്ലണം. ഹരേ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ കൃഷ്ണ Hare
ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ രാമ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 കൃഷ്ണ രാമ ഹരേ ഹരേ കൃഷ്ണ രാമ കൃഷ്ണ രാമ കൃഷ്ണ ഹരേ രാമ ഹരേ 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 രാമ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ 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 രാമ 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 ഹരേ രാമ ഹരേ ഹരേ രാമ കൃഷ്ണ രാമ കൃഷ്ണ രാമ ഹരേ രാമ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ 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 രാമ കൃഷ്ണ ഹരേ ഹരേ രാമ കൃഷ്ണ രാമ രാമ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ രാമ 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 ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ രാമ 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 ഹരേ ഹരേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ രാമ ഹരേ ഹരേ കൃഷ്ണ രാമ രാമ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ ഹരേ 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 കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ രാമ രാമ ഹരേ രാമ 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 ഹരേ രാമ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ രാമ ഹരേ രാമ കൃഷ്ണ രാമ ഹരേ രാമ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ ഹരേ ഹരേ രാമ കൃഷ്ണ ഹരേ രാമ കൃഷ്ണ ഹരേ കൃഷ്ണ രാമ ഹരേ 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 രാമ ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ प्रभु नित्यानंदा श्री अद्वैत ആനന്ദ गदाधर ഹരിദാസര നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദിക ഇരുപത്തറുണ്ട ഇനി വീട്ടിൽ പോയിട്ട് ഇത് പകുതി നിങ്ങൾക്ക് ചൊല്ലിയിട്ട് ചൊല്ലി കഴിയുമ്പോഴും തുടങ്ങുമ്പോഴും ചൊല്ലി കഴിയുമ്പോഴും പഞ്ചതത്വ മന്ത്രം ചൊല്ലിയിട്ട് അത് അവസാനിപ്പിക്കണം കേട്ടാ. ഹരേ കൃഷ്ണ. എല്ലാവരും ദിവസവും ഇത് ചൊല്ലണം. ഒരു മാലയെങ്കിലും ചൊല്ലാൻ ശ്രമിക്കണം. അപ്പൊ അതിന്റെ മഹാത്മ്യം ഇപ്പം മനസ്സിലായല്ലോ. അപ്പൊ എല്ലാവർക്കും ഭഗവാൻ അതിന് ഭഗവാന്റെ കൃപ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യോ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ മാതാജി. ഹരിനാമ മഹാത്മ്യത്തെ പറ്റി വളരെ നന്നായി മാതാജി പറഞ്ഞു തന്നു. ഇനി അടുത്തതായി ഇന്ന് ഭഗവത്ഗീതയിലെ 7-ാം അധ്യായത്തിലെ 1 മുതൽ 20 വരെ ശ്ലോകങ്ങൾ നമുക്കായി പറഞ്ഞു തരുന്നത് ഹെർ ഗ്രേസ് സുശീല സീതാദേവി ദാസി മാതാജിയാണ്. ക്ലാസ് എടുക്കാൻ ക്ഷണിക്കുന്നതിന് മുമ്പായി മാതാജിയെ കുറിച്ച് 2 വാക്ക്. 1981 മാതാജി തേവര സേക്രഡ് ഹാർട്ട് കോളേജിൽ നിന്നും എക്കണോമിക്സിൽ ബിരുദം നേടി. തുടർന്ന് 1991 ഗ്രാമവികസന വകുപ്പിൽ ജോലിയിൽ പ്രവേശിച്ചു. 2013 അങ്കമാലി ബ്ലോക്കിൽ നിന്ന് വനിതാ ക്ഷേമ ഓഫീസറായി വിരമിച്ചു. 2015 ചൗപാത്തി ഇസ്കോണുമായി ബന്ധപ്പെട്ട് ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ചു തുടങ്ങി. തുടർന്ന് 2021 കൊച്ചി ഇസ്കോണുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ആരംഭിച്ചു. 2026 ഹിസോളിനസ് ശ്രീ രാധാനാഥ് സ്വാമി ഗുരു മഹാരാജിൽ നിന്നും ദീക്ഷ സ്വീകരിക്കുന്നതിനുള്ള സൗഭാഗ്യവും മാതാജിക്ക് ലഭിച്ചു. മാതാജിക്ക് ഒരു മകളാണുള്ളത്. മകളും 2 പേരക്കുട്ടികളും കടവന്ത്രയിൽ താമസിക്കുന്നു. സുശീല സീതാദേവി ദാസി മാതാജിയെ ക്ലാസ് എടുക്കുന്നതിനായി ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. പ്രണാമം. എനിക്ക് ഇതിനൊരു അവസരം തന്ന കൊച്ചിൻ ഇസ്കോണിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്വത്തിലേക്ക് കടക്കട്ടെ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത കഥാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗുരുവിന്റെയും ഗുരു പരമ്പരയുടെയും
ഗൗരവനിതായുടെയും രാധാകൃഷ്ണ ചരണാരവിന്ദങ്ങൾ പ്രണമിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളുടെയും ചരണാരവിന്ദങ്ങൾ പ്രണമിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. നമ്മൾ ഇതിനു മുമ്പ് 6 അധ്യായങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ 7-ാം അധ്യായത്തിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പുള്ള 6 അധ്യായങ്ങൾ നമ്മൾ കർമ്മയോഗത്തെക്കുറിച്ചും അതുപോലെ ധ്യാന യോഗത്തെക്കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് 7-ാം അധ്യായം ജ്ഞാനവിജ്ഞാന യോഗം എന്നാണ്. അപ്പൊ ഈ ജ്ഞാനവിജ്ഞാന യോഗം എന്താണ്, അതിന്റെ പ്രയോജനങ്ങൾ എന്താണ്, അതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ശ്രീ ഭഗവാനുവാച മയ്യാസക്തമനഃപ്രാത യോഗം യുജ്ജന്മദാശ്രയഃ അസംശയം സമഗ്രം മാം യഥാ ജ്ഞാസ്യസി തച്ഛൃണു. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ കുന്തിപുത്ര, എന്നെ കുറിച്ചുള്ള പൂർണ്ണബോധത്തോടെ എന്നിൽ ആസക്തമായ മനസ്സോടുകൂടി യോഗം പരിശീലിക്കുന്നത് കൊണ്ട് സംശയങ്ങൾ നീങ്ങി എന്നെ പൂർണ്ണമായി അറിയാൻ കഴിയുന്നത് എങ്ങനെയെന്ന് പറയാം, കേൾക്കൂ. അപ്പൊ ഭഗവാൻ തന്നെയാണ് തന്റെ സുഹൃത്തും തന്റെ ഭക്തനുമായ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. ഭഗവാൻ ഇതിനകത്ത് പറയുന്നുണ്ട് ഭഗവാനെ കുറിച്ച് ഉള്ള കാര്യങ്ങള്, ഭഗവാന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് ഭഗവാൻ വ്യക്തമാക്കുന്നു. അപ്പോ നമുക്കറിയാം ഭഗവാൻ ഭഗവത്ഗീതയുടെ 7-ാം അധ്യായത്തില് കൃഷ്ണാവബോധത്തെ പറ്റിയാണ് പ്രധാനമായിട്ടും വിവരിച്ചിരിക്കുന്നത്. അപ്പൊ കൃഷ്ണാവബോധത്തെ കുറിച്ച് 6-ാം അധ്യായത്തിലും പറയുന്നുണ്ട് കൃഷ്ണാവബോധത്തെ കുറിച്ച്. അപ്പോ ഇതില് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാല് കൃഷ്ണാവബോധമാണ് സർവശ്രേഷ്ഠം എന്ന് പറയുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഭഗവാൻ കൃഷ്ണനിൽ മനസ്സൂന്നിക്കൊണ്ട് പരമസത്യം എന്താന്ന് പൂർണ്ണമായി അറിയാൻ കഴിയും. അപ്പൊ കൃഷ്ണാവ് ഉദിച്ചവന് മാത്രമേ എല്ലാം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അതിലേക്കുള്ള ഒരു ചവിട്ടുപടികൾ മാത്രമാണ് നമ്മൾ ഈ പഠിക്കുന്ന കർമ്മയോഗം, അതുപോലെ ധ്യാനയോഗം, ജ്ഞാനയോഗം ഒക്കെ അതിലേക്കുള്ള ഒരു ചവിട്ടുപടികളാണ്. നമുക്കറിയാം 9 വിധത്തിലുള്ള വിധികളുണ്ട്. ഏതൊക്കെയാണത്? ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, സഖ്യം, ദാസ്യം, ആത്മനിവേദനം. അങ്ങനെ 9 പ്രകാരം വിധികളുണ്ട് ഭഗവാന് ഭക്തിയുത സേവനത്തിലേക്കുള്ള. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനമാണ് ശ്രവണം എന്നുള്ളത്. അത് ആദ്യത്തേതുമാണ്. അപ്പൊ അതിൽ കൂടി മാത്രമാണ് നമുക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നമുക്ക് ഇനി എന്ത് നമ്മൾ ചെയ്യണം എന്നുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിൽ തന്നെ പറയുന്നുണ്ട് ജ്ഞാനവിജ്ഞാന യോഗം എന്ന് തന്നെയാണ് ഈ അധ്യായത്തിന്റെ പേര്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ജ്ഞാനയോഗം എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാല്, നമുക്കറിയാം ജ്ഞാനം എന്ന് പറഞ്ഞത് അറിവാണ്. അപ്പൊ ഈ അറിവ് എങ്ങനെയാണ് വിജ്ഞാനമാകുന്നത്? അത് വിജ്ഞാനമായാലും മാത്രമേ നമുക്ക് അത് പ്രയോജനപ്പെടുള്ളൂ. ഇപ്പൊ അറിവുള്ളത് കൊണ്ട് മാത്രം കഴിഞ്ഞില്ല, അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കണം. അപ്പൊ ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. അതായത് പഞ്ചസാരയ്ക്ക് മധുരമുണ്ട്, അതൊരു അറിവാണ്, ആ ഒരു അറിവാണത്. പക്ഷെ ഇത് പഞ്ചസാരയെ കുറിച്ച് കേട്ടറിവോ അല്ലെങ്കിൽ കണ്ടറിവോ അല്ലെങ്കിൽ ഉപയോഗിച്ചുള്ള ഒരു അറിവില്ലാത്ത ഒരാളോട് പറയാണ് പഞ്ചസാരയ്ക്ക് അറിവുണ്ട്, അത്രേ ഉള്ളൂ, അയാൾക്ക് അത് അറിയാം, അത്രേ ഉള്ളൂ. പക്ഷെ അത് എന്താണെന്നുള്ളത് അയാൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അത് അയാൾ പ്രായോഗികത്തിൽ വരുത്തണം. കഴിയുമ്പോൾ അത് വിജ്ഞാനമായി. അപ്പൊ പഞ്ചസാര രുചിച്ചു നോക്കണം. അയാൾക്ക് എന്താണത് മുഴുവനായിട്ട് മനസ്സിലാവണമെങ്കിൽ ആ പഞ്ചസാര അയാൾ രുചിച്ചു നോക്കുമ്പോൾ അയാൾക്ക് മനസ്സിലായി, മധുരം. അപ്പൊ മധുരം എന്ന് പറഞ്ഞാല് ഇതാണ്, മധുരത്തിന്റെ രുചി ഇതാണെന്നുള്ളത് മനസ്സിലായി. അതുപോലെയാണ് നമ്മൾ ഭഗവാനെ കുറിച്ച് ജ്ഞാനം കിട്ടിയാൽ പോരാ, നമ്മളത് നമ്മുടെ ജീവിതത്തിലെ പ്രായോഗികത്തിൽ വരുത്തുമ്പോഴാണ് നമുക്ക് അതിന്റെ ഫലം ലഭിക്കുക. അപ്പൊ ഭഗവാന്റെ ഒരുപാട് വിശേഷതകളാണ് ഈ അധ്യായത്തിൽ മുഴുവൻ പറയുന്നത്. അപ്പൊ നമുക്കതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കാം. അപ്പൊ ഭഗവാൻ പറയുന്നുണ്ട്, വൈദിക സാഹിത്യത്തിലും അതുപോലെ ഭഗവത്ഗീതയിലൊക്കെ ഭഗവാനെ കുറിച്ച് പറയുന്നതും കേൾക്കുന്നതും ഒക്കെ പുണ്യമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് കൂടുതൽ കേൾക്കുന്തോറും ഒരു ഭക്തന് ഭഗവാനെ കുറിച്ച് കൂടുതൽ അറിയുന്തോറും കൂടുതൽ അറിയാനും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനും സാധിക്കും. അപ്പൊ ഭഗവാൻ ഹൃദയത്തിൽ ഇരുന്നുകൊണ്ട് ഇതൊക്കെ കേൾക്കുന്നവരിൽ കൂടുതൽ സുഹൃത്തിനോട് എന്ന പോലെ ഭഗവാൻ കൂടുതൽ ആത്മബന്ധം കാണിക്കും. അപ്പൊ അങ്ങനെ അവരുടെ പവിത്രീകരിക്കും അവരെ മനസ്സിലിരുന്നുകൊണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഉറങ്ങിക്കിടന്ന അതീന്ദ്രിയ ജ്ഞാനമൊക്കെ വളർന്നു വന്നിട്ട് ഭഗവാൻ ഭാഗവതത്തിൽ നിന്നും അതുപോലെ ഭക്തന്മാരിൽ നിന്നും കേൾക്കുന്ന ഓരോ കഥകൾ കേൾക്കുന്തോറും ഈ ഭക്തന് കൂടുതൽ ഭഗവാനെ അറിയാനായിട്ട് സാധിക്കും. അതുപോലെ അയാളുടെ സേവന നിഷ്ഠ കൂടും. അങ്ങനെ വളർന്നു വന്ന അയാള് രജസ്തമോ ഗുണങ്ങളിൽ നിന്നൊക്കെ മാറി മാലിന്യത്തിൽ നിന്നൊക്കെ മുക്തനായി അയാള് കൂടുതൽ
നിഷ്ഠയോടുകൂടി ഭഗവാനെ സേവിക്കാൻ തുടങ്ങും. അങ്ങനെ ഊർജ്ജസ്വലനായി തീരും. അപ്പൊ ഭഗവത് ജ്ഞാനം പൂർണ്ണമായി അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ കൂടി ഈ ഭൗതിക പ്രപഞ്ചത്തിലെ കടുങ്കട്ട് അഴിക്കാനായിട്ട് അയാൾക്ക് സാധിക്കുകയും ഭഗവാനെ കുറിച്ച് കൂടുതൽ അറിയാനും അങ്ങനെ ഭഗവാന്റെ ഇതിലെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഉയരാനായിട്ട് അയാൾക്ക് സാധിക്കും. അപ്പൊ ഇനി ശ്ലോകം 2 എന്താണെന്ന് നമുക്ക് നോക്കാം. ശ്ലോകം 2 പറയുന്നത് ജ്ഞാനം തേഹം സവിജ്ഞാനമിദം വക്ഷ്യാമവിശേഷതഃ യജ്ഞാത്വാനേഹ ഭൂയോ ജ്ഞാത്വാവ്യവശിഷ്യതേ. അപ്പൊ ഇതിൽ പറയുന്നത് വൈശ്വികമായ ജ്ഞാനത്തെയും അതീന്ദ്രിയ ജ്ഞാനത്തെയും ഞാൻ ഇനി പൂർണ്ണമായി വിശദീകരിച്ചു തരാം. അതറിഞ്ഞാൽ പിന്നെ നിനക്ക് വേറെ ഒന്നും അറിയേണ്ടതായിട്ടില്ല. അപ്പൊ ഈ ജ്ഞാനത്തെക്കുറിച്ച് 2 വിധത്തിലുള്ള ജ്ഞാനത്തെക്കുറിച്ചും ഭഗവാനെ പറഞ്ഞു തരുന്നതാണ് ഭക്തന്. അപ്പൊ അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റൊന്നും അറിയേണ്ടതില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അതായത് ഭൗതിക പ്രപഞ്ചത്തെയും അതേപോലെ അതിന്റെ പിന്നിലുള്ള ചേതന. ഇപ്പൊ നമുക്കറിയാം എന്തിനും ഏതൊരു സൃഷ്ടിക്ക് പിന്നിൽ ഒരു ചേതനയുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഒരു കടലാസും ഒരു പെന്നും എടുത്തു വെച്ച് ആ കടലാസും പെന്നിനോട് നമ്മൾ പറയണം ഒരു ചിത്രം വരയ്ക്കുക. അല്ലെങ്കിൽ ഒരു കടലാസും പെന്നും അടുത്തിരുന്നാൽ ഒരു ചിത്രം വരയ്ക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു കവിത എഴുതാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു കഥ എഴുതാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. അതിന് പിന്നിലൊരു ചേതന അല്ലെങ്കിൽ ഒരു ഭാവന ഉണ്ടാവണം, അതിനൊരു പിന്നിലൊരു സൃഷ്ടാവ് ഉണ്ടാവണം. ഇത് ഉണ്ടായാൽ മാത്രമേ ആ ഇതിന് സൃഷ്ടി സംഭവിക്കുള്ളൂ. അതുപോലെയാണ് നമ്മൾ ഇവിടെ ഭഗവാന്റെ പിന്നിലുള്ള ഭൗതിക പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു ചേതനയുണ്ട്, അത് ഭഗവാനാണ്. ആ ചേതനയെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ ചേതനയുടെയും അതിന്റെ അതേപോലെ അതിന്റെ ഉറവിടത്തിന്റെ രണ്ടിന്റെയും അറിവാണ് സമഗ്രമായ അറിവെന്ന് പറയുന്നത്. അതാണ് അതീന്ദ്രിയ ജ്ഞാനം ഭഗവാൻ അർജുനൻ മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പോ ഇത് ഭഗവാന്റെ ശിഷ്യനായതുകൊണ്ടാണ് ഭഗവാൻ അർജുനൻ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പൊ ഒരു ഭഗവാന്റെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട ഒരു ഭക്തന് മാത്രമേ ഇതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു. അത് മുണ്ടകോപനിഷത്തിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇനി അടുത്തത് ശ്ലോകം 3. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിദത്യതി സിദ്ധയേ തഥാമപി സിദ്ധാനാം കശ്ചിൻ മാം വേത്തി തത്വതഃ. ആയിരക്കണക്കിന് ആളുകൾ ചിലപ്പോൾ ഒരാൾ പൂർണ്ണത നേടാൻ ഉദ്യമിച്ചേക്കാം. അങ്ങനെ പൂർണ്ണത നേടിയവരിലും ഒന്നിലേറെ പേർ എന്നെ തികച്ചും അറിയുന്നില്ല. ഇതിൽ ഭഗവാൻ പറയുന്നുണ്ട്, ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിലും 1000 പേരുണ്ടെങ്കിലും ചിലപ്പോ അതിൽ ഒരാളൊക്കെ ആയിരിക്കാം ഭഗവാൻ എന്താണ് അല്ലെങ്കിൽ പരമസത്യം എന്താണെന്നുള്ളത് അറിയാൻ ആഗ്രഹിക്കുകയുള്ളൂ. അങ്ങനെ ആഗ്രഹിച്ചതില് ധാരാളം പേരുണ്ടെങ്കിലും അവരിൽ ഒന്നിലേറെ പേരും ഭഗവാനെ കുറിച്ച് അറിയുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോ നമുക്കറിയാം അനേകായിരം ആളുകൾ ഉണ്ടെങ്കിലും ഭഗവാൻ എന്താണ്, ഞാൻ എന്റെ ശരീരം എന്താണ്, ആത്മാവ് എന്താണ്, ഭഗവാൻ എന്താണെന്നൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. പൊതുവെ മനുഷ്യരായാലും മൃഗങ്ങളായാലും എന്താ ചെയ്യുന്നത്? ആഹാരം, നിദ്ര, അതേപോലെ സ്വയം രക്ഷ, കാമപൂർത്തി, ഈ 4 കാര്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ കാര്യങ്ങളിലാണ് അവരുടെ ശ്രദ്ധ മുഴുവൻ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈ കൃഷ്ണാബോധമുള്ളവർക്ക് മാത്രമേ കൃഷ്ണനെ അറിയാൻ കഴിയുള്ളൂ. അപ്പൊ അതീന്ദ്രിയ ജ്ഞാനികളായിട്ടുള്ളവർക്കും അതേപോലെ അവ്യക്തിഗതന്മാർക്കും ഉണ്ടാവും. പക്ഷെ അതുപോലെ യോഗികൾക്കും ജ്ഞാനികൾക്കും വരെ ഭഗവാനെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് ഭഗവാൻ പറയുന്നത്. അതായത് ഈശ്വര പരമോ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം എന്ന് ബ്രഹ്മ സംഹിതയിൽ പറയുന്നുണ്ട്. തത്വജ്ഞാനികൾക്ക് പോലും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ, വിശിഷ്ട വ്യക്തികൾക്ക് പോലും, പണ്ഡിതന്മാർക്ക് പോലും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോ ഭഗവാൻ തന്നെ പറയുന്നു, എന്നെ യഥാരൂപത്തിൽ മനസ്സിലാക്കുന്നവര് വളരെ വിരളമാണ്. അതാണ് മഹാത്മാ സുദുർലഭ എന്ന് പറയുന്നത്. അങ്ങനെ ഉള്ള ഒരു ആത്മാവ് വളരെ വിരളമാണെന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ സർവ്വകാരണങ്ങൾക്കും കാരണഭൂതനായ സർവ്വവ്യാപിയായ കൃഷ്ണന്റെ ഒരുപാട് ദിവ്യങ്ങളായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പൊ നമുക്കറിയാം ഭഗവാനിൽ നിന്ന് ഭഗവാനെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? 6 വകങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ഐശ്വര്യം, സമ്പത്ത്, യശസ്, ശക്തി, സൗന്ദര്യം, ജ്ഞാനം, ത്യാഗം, ഇങ്ങനെ 6 വകങ്ങൾ ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് ഭഗവാൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ചൊന്നും ഈ ഭക്തന്റെ ശുദ്ധ ഭക്തന്മാർക്കേ അറിവുണ്ടാവുള്ളൂ. മറ്റുള്ളവർക്കൊന്നും അതിനെക്കുറിച്ച് അറിവില്ല. അത് അവർക്ക് ലഭിക്കുന്നത് തന്നെ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. അപ്പൊ ഭക്തിരസാമൃത സിന്ധുവിൽ പറയുന്നുണ്ട്, സ്ഥൂലേന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും ഭഗവാനെ അറിയാൻ കഴിയില്ല. ഭഗവാനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ പ്രേമപൂർവമായ ഭഗവാനെ സേവിക്കുന്നവർക്ക് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അവർക്ക് ഭഗവാൻ സ്വയം വെളിപ്പെടുത്തുന്നതാണ്. അപ്പൊ ഭഗവാനെ അറിയാനായിട്ട് നമുക്ക് ഈ ഒരു കാര്യത്തിൽ കൂടി മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. ശ്ലോകം 4.
ഭൂമിരാപോ നലോ വായു ഖമ്മനോ ബുദ്ധിരേവച അഹങ്കാര ഇതീയമ്മേ ഭിന്ന പ്രകൃതിരഷ്ടത. അപ്പൊ ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നതെന്ന് വെച്ചാൽ എന്റെ ഭിന്നമായ ഭൗതിക പ്രകൃതി, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശ, മനസ്സ്, ബുദ്ധി, മിഥ്യാഹാരം, ഇങ്ങനെ 8 അടങ്ങുന്നതാണ് ഭഗവാന്റെ ഭൗതിക പ്രകൃതി. അപ്പൊ ഈ ഭൗതിക പ്രകൃതി സ്വരൂപത്തെയും വിവിധ ശക്തികളുടെയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഭഗവാൻ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. ഭഗവാൻ പറയുന്നുണ്ട് വിവിധ പുരുഷാവതാരങ്ങളുണ്ട് ഭഗവാന്. ഭൗതിക പ്രകൃതി സൃഷ്ടിക്കുന്നത് 3 പുരുഷാവതാരങ്ങളാണ്. അപ്പൊ അവരാണ് ഭഗവാന്റെ ഭൗതിക പ്രപഞ്ചം സൃഷ്ടിക്കുന്നത്. ഒന്നാമത്തെ അത് മഹാവിഷ്ണുവാണ്, ആദ്യ വിസ്തീർണം. അപ്പോ മഹാവിഷ്ണുവിന് മഹത്വത്വം എന്ന പേരില് ഈ സമഗ്ര പ്രപഞ്ച ശക്തിയെ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോ ഈ മഹാവിഷ്ണുവിന്റെ ഈ പൂർണ്ണ വിസ്താരത്തെ കാരണോദായിശായി വിഷ്ണു എന്നും പറയുന്നുണ്ട്. അപ്പൊ ഈ വിഷ്ണുവിന്റെ രോമകൂപങ്ങളിൽ നിന്നാണ് ബ്രഹ്മാണ്ഡം, പ്രപഞ്ചങ്ങള് ഉത്ഭവിക്കുന്നത്. അപ്പോ രണ്ടാമത്തത് ഗർഭോദായിശായി വിഷ്ണു. ഗർഭോദായി വിഷ്ണു എന്താ ചെയ്യുന്ന വെച്ചാല് ഈ ഓരോ പ്രപഞ്ചത്തിലും വൈവിധ്യം നൽകാൻ വേണ്ടിയിട്ട് അതിൽ പ്രവേശിക്കുന്നു. ഇനി മൂന്നാമത്തെ മൂർത്തിയായ ക്ഷീരോദായിശായി വിഷ്ണു. ഈ ക്ഷീരോദായിശായി വിഷ്ണുവിന്റെ ഇതെന്താന്ന് വെച്ചാല് എല്ലാ ആത്മാക്കളിലും അണുവിലും എല്ലാത്തിലും പരമാത്മാവായിട്ട് കുടികൊള്ളുന്നു. അങ്ങനെ അപ്പൊ വിഷ്ണുവിന്റെ ഈ 3 മൂർത്തി ത്രയങ്ങളെ കുറിച്ച് അറിയുന്നവർക്ക് ഭൗതിക ബന്ധനങ്ങളിൽ നിന്ന് മുക്തനാകാൻ കഴിയുള്ളൂ. അപ്പൊ ഈ ഭൗതിക ലോകത്തിന്റെ സകല പ്രവർത്തനങ്ങളും ഭഗവാൻ കൃഷ്ണന്റെ രൂപവിസ്തരണങ്ങളെ ഈ 3 ത്രിമൂർത്തികളുടെ ആഭിമുഖ്യത്തിലാണ് നടക്കുന്നത്. അപ്പോ ഈ മൂർത്തികളെയാണ് അവതാരങ്ങൾ എന്ന് പറയുന്നത്. ഭഗവാൻ കൃഷ്ണന്റെ ഈ ശാസ്ത്രം ഗ്രഹിക്കാത്തവർക്ക് ഈ ലോകം ജീവസത്തകൾക്ക് സൂഹിക്കാനുള്ളതാണെന്നും അതുപോലെ അവരിതിനെല്ലാം അതീതരാണെന്നും ഒക്കെ ധാരണ ഉണ്ടാവുന്നുണ്ട്. അപ്പോ ആ ധാരണ തെറ്റാണെന്ന് ഭഗവാൻ പറയുന്നു. ഇനി ശ്ലോകം 5. അപരേയമിതസ്തന്യാം പ്രകൃതിം വിദ്ധി മേ പരാം ജീവഭൂത മഹാബാഹോ യയേദം ധാരതേ ജഗത്. അപ്പൊ ഭഗവാൻ പറയാണ് ഇവയ്ക്ക് പുറമെ എനിക്ക് മറ്റൊരു അർജുന, എനിക്ക് മറ്റൊരു ഉത്കൃഷ്ട ശക്തിയും കൂടി ഉണ്ട്. ഈ താഴ്ന്ന തരം ഭൗതിക പ്രവൃത്തിയുടെ വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്ന ജീവഗണങ്ങളാണ്. അതായത് ജീവഗണങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ തന്നെയാണ്, ജീവാത്മാക്കളെ തന്നെയാണ് ഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ജീവഗണങ്ങൾ എന്ന് പറഞ്ഞത് ഭഗവാന്റെ ഉത്കൃഷ്ട ശക്തിയാണെന്ന് ഭഗവാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് അവര് ഭഗവാന്റെ ഉത്കൃഷ്ട ശക്തി ആയതെന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഭൗതിക പ്രകൃതിയിലുള്ള ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, മിഥ്യാഹാരം ഇവയെല്ലാം പ്രകടമാകുന്ന ദ്രവ്യങ്ങളാണ്. ഇവ താഴ്ന്ന ശക്തിയാണ്. ഈ താഴ്ന്ന ശക്തിയെ ചൂഷണം ചെയ്യുന്ന ജീവാത്മാക്കളാണ് ഭഗവാന്റെ ഉത്കൃഷ്ട ശക്തി എന്നും ഭഗവാൻ പറയുന്നു. അപ്പൊ ഈ ഉത്കൃഷ്ട ശക്തി തങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ട് ഈ ഭൗതിക പ്രകൃതിയെ ചൂഷണം ചെയ്യാണ്. അപ്പോ ഈ ഭൗതിക പ്രപഞ്ചത്തിന് ഈ ഉത്കൃഷ്ട ശക്തിയെ ജീവാത്മാക്കളെ കൂടാതെ പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ചാല് ഈ ശക്തിമാന്റെ ശക്തി എപ്പോഴും ശക്തിമാന്റെ അധീനതയിലാണ്. അപ്പോ അതുപോലെ ജീവാത്മാക്കളും ഭഗവാന്റെ നിയന്ത്രണത്തിൽ ആണ്. അപ്പോ അവയ്ക്ക് സ്വതന്ത്രമായ ഒരു നിലനിൽപ്പില്ല. അപ്പൊ ജീവാത്മാക്കളും ഭഗവാനും ശക്തിയിൽ തുല്യരല്ല, പക്ഷെ ഗുണത്തില് തുല്യരാണ്. ഗുണത്തിലെ തുല്യരായതുകൊണ്ടാണ് അവരെ ഉത്കൃഷ്ട ശക്തി എന്ന് പറയുന്നത്. പക്ഷെ താഴ്ന്ന തരം ഈ ശക്തിന് ഈ ഉത്കൃഷ്ട ശക്തിയായ ജീവാത്മാവ് ചൂഷണം ചെയ്യുന്നതുകൊണ്ട് തന്റെ മനോബുദ്ധി, അതായത് തന്റെ സ്വരൂപം എന്താണ് ഈ ജീവാത്മാക്കൾ മറന്നുപോകുന്നു. അപ്പൊ അതുകൊണ്ട് ഈ മായാശക്തിയുടെ എന്ത് വേണം, അവർക്ക് ഇതിന് രക്ഷ നേടണമെങ്കിൽ ഇവര് ഈ ഭൗതിക പദാർത്ഥങ്ങളിലുള്ള അവരുടെ ആസക്തി കുറയ്ക്കണം. അത് ആസക്തി കുറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് മോചനം നേടാൻ സാധിക്കുള്ളൂ. ഇനി ശ്ലോകം 6. ഏതോന്യീനി ഭൂതാനി സർവാണിത്യുപധാരയ അഹം കൃഷ്ണസ്യ ജഗത പ്രഭവ പ്രളയസ്തദാ. അപ്പൊ ഇതില് ഭഗവാൻ പറയണ സൃഷ്ടിയിലെ എല്ലാത്തിന്റെയും ഉറവിടം ഈ 2 ശക്തികളാണെന്നാണ് പറയുന്നത്. ഈ ആധ്യാത്മികവും ഭൗതികവുമായിട്ടുള്ള ഈ ശക്തിയാണ് എല്ലാത്തിന്റെ ഉറവിടവും അതുപോലെ എല്ലാത്തിന്റെയും വിനാശനവും ഇത് തന്നെയാണെന്ന് ഭഗവാൻ പറയുന്നു. അപ്പൊ ഇത് ഭഗവാൻ പറയുന്നുണ്ട് ഈ പ്രപഞ്ചത്തില് കാണുന്നതെല്ലാം ചേതനയുടെയും അതേപോലെ
പദാർത്ഥത്തിന്റെ ഉൽപ്പന്നങ്ങളാണെന്നാണ് പറയുന്നത് എല്ലാം. അപ്പൊ ചേതനയാണ് സൃഷ്ടിയുടെ അടിസ്ഥാനം. ചേതനയാണ് സൃഷ്ടിയുടെ അടിസ്ഥാനം. അതുപോലെ ആത്മാവ് അല്ലെങ്കിൽ ജീവൻ ഒരു സുവിശേഷ ഘട്ടത്തിൽ ഉണ്ടായതല്ല എന്ന് പറയുന്നു. അത് ആത്മീയ ശക്തിയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഭൗതിക പ്രപഞ്ചം തന്നെ ആവിർഭവിച്ചത്. അപ്പൊ ഈ ഓരോ പദാർത്ഥത്തിനുള്ളിലും ആത്മാവ് ഉള്ളത് കൊണ്ടാണ് ശരീരം ഉണ്ടാവുന്നത് അതിന്. അപ്പൊ അതുപോലെ ബാല്യത്തിൽ നിന്ന് നമ്മൾ യൗവനത്തിലേക്കും അത് കഴിഞ്ഞ് വാർദ്ധക്യത്തിലൊക്കെ പരിണാമം നമുക്ക് ഉണ്ടാവുന്നതും ഈ ജീവന്റെ സാന്നിധ്യം നമ്മുടെ ശരീരത്തിൽ ഉള്ളത് കൊണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതുപോലെ പരമാത്മായ വിഷ്ണു എന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ഈ മഹാപ്രപഞ്ചം. അതുപോലെ ഭഗവാന്റെ ശക്തികളായ ചേതനയുടെയും പദാർത്ഥത്തിന്റെ സംയോഗത്തിലാണ് ഈ വിശ്വാകാരമായിട്ടുള്ള ഈ പ്രപഞ്ചം തന്നെ നിൽക്കുന്നത്. അപ്പൊ നമ്മൾക്കും ജീവാത്മാക്കൾക്കും ഭഗവാന്റെ ശക്തിയൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഭഗവാനെ പോലെ ഒരു ഭൗതിക പ്രപഞ്ചം ഉണ്ടാക്കാനോ ഒന്നും സാധ്യമല്ല. കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് ഭഗവാന്റെ ഗുണങ്ങൾ ഉണ്ടെങ്കിലും ആ ഗുണങ്ങൾക്ക് ശക്തി കുറവാണ്. ആ ഗുണങ്ങളുടെ അളവ് കുറവായതുകൊണ്ട് നമുക്ക് ഭഗവാനെ പോലെ വലിയ ഭൗതിക പ്രപഞ്ചമൊന്നും സൃഷ്ടിക്കാൻ പറ്റില്ല. പക്ഷെ ചെറിയ കെട്ടിടങ്ങളോ ഫാക്ടറികളോ അതല്ലെങ്കിൽ ചെറിയ ചെറിയ കാറുകളോ അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ചെറുതും വലുതുമായ എല്ലാ ആത്മാക്കളും കാരണഭൂതൻ കൃഷ്ണൻ തന്നെയാണ്. അതിനാൽ അദ്ദേഹം സർവ്വ കാരണങ്ങളുടെ കാരണമാണ് കഠോപനിഷത്ത് പറയുന്നുണ്ട്. നിത്യോ നിത്യാനാം ചേതനാനാം എന്നാണ് ശ്ലോകം 7. മത്ത പരതരം നന്യാത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോക്തം സൂത്രേ മണിഗണ ഇവ. ധനഞ്ജയ, എന്നേക്കാൾ ശ്രേഷ്ഠമായൊരു സത്യമില്ല. മുത്തുകൾ നൂലിൽ എന്ന പോലെ സർവം എന്നിൽ ഇണക്കി കോർക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഭഗവാൻ പറയാണ്, ഈ പ്രകൃതിയിലുള്ള എല്ലാം അത് എന്നില് ഒരു മുത്ത് എന്ന കണക്ക് പോലെ എല്ലാം കോർക്കപ്പെട്ടിരിക്കുകയാണ്, എല്ലാം ഇതിനോട് ബന്ധപ്പെട്ടിരിക്കുകയാണെന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഭഗവാന് വ്യക്തിഗതമോ അവ്യക്തിഗതമായെന്നൊക്കെ നമുക്ക് ഭഗവാനെ കുറിച്ച് സംശയങ്ങളോ അല്ലെങ്കിൽ വിവാദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരമസത്യം ഭഗവാൻ ശ്രീകൃഷ്ണനാണെന്നാണ് പറയുന്നത്. അപ്പോ സച്ചിദാനന്ദമൂർത്തിയും ആദിദേവനും ആനന്ദസാഗരവുമായിട്ടുള്ള കൃഷ്ണ ഭഗവാനാണ് സർവകൃഷ്ണമായ പരമസത്യം. അപ്പൊ നമ്മള് ആ പരമസത്യത്തെ മനസ്സിലാക്കി ഭഗവാനെ ആരാധിക്കണം. ഇനി ശ്ലോകം 8. രസോഹമപ്സു കൗന്ദേയ പ്രഭാസ്മി ശശിസൂര്യോ പ്രണവ സർവവേദേഷു ശബ്ദഖേ പൗരുഷം നൃഷു. ഹേ കുന്തിപുത്ര, ജലത്തിലെ രസവും സൂര്യചന്ദ്രന്മാരിലെ പ്രകാശവും വേദമന്ത്രങ്ങളിലെ പ്രണവും ആകാശത്തിലെ ശബ്ദവും പുരുഷന്റെ പുരുഷാരവും ഞാനാവുന്നു. അപ്പൊ ഭഗവാന്റെ ഓരോരോ ശക്തികളെ അല്ലെങ്കിൽ ഭഗവാന്റെ ഓരോരോ പ്രത്യേകതകളെ ഭഗവാൻ ഇവിടെ ഓരോന്നും വിവരിച്ചു തരികയാണ് നമുക്ക്. അപ്പൊ ഭഗവാൻ പറയുന്നുണ്ട്, ഈ പ്രപഞ്ചത്തിലെ ഭൗതികം ആധ്യാത്മികമായ വിവിധ ശക്തികൾ ഭഗവാനുണ്ട്. അപ്പൊ ഈ ഭഗവാന്റെ ശക്തികളാണ് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത്. അപ്പോ നമുക്കറിയാം, ഏത് സാധനം എടുത്തു നോക്കിയാലും അതിൽ ഭഗവാന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു കയ്യൊപ്പുള്ളത് നമുക്ക് കാണാം, അല്ലെ? ഇപ്പൊ കടൽ വെള്ളം എടുത്താൽ ആ കടൽ വെള്ളത്തിൽ ഭഗവാൻ ഇരിക്കുന്നത് ആ ഉപ്പുരസത്തിലാണ്. അതുപോലെ സൂര്യന്റെ പ്രകാശത്തിൽ ഭഗവാൻ ഇരിക്കുന്നത് സൂര്യപ്രകാശത്തിലാണ്. അപ്പൊ അങ്ങനെ ഓരോന്നിലും നമ്മൾ നോക്കുമ്പോ ഭഗവാൻ തന്റെ വിവിധ ശക്തികളിൽ കൂടി ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ദൃശ്യനാവുന്നുണ്ട്. നമുക്ക് ഈ ഓങ്കാരത്തില്, അതായത് പ്രണവ മന്ത്രത്തില് ഭഗവാൻ ശബ്ദരൂപത്തിലാണ് പ്രത്യക്ഷനായിരിക്കുന്നത്. അങ്ങനെ അസംഖ്യം ശക്തികളിൽ കൂടി ഭഗവാൻ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ സർവ്വയിടത്തും ദൃശ്യനാണ്. അപ്പോ ഭഗവാന് കൃഷ്ണനെ അറിയാത്തവര് മായാമോഹിതരാണ്. അദ്ദേഹത്തെ അറിയുന്നവരും മുക്തരും. ഭഗവാനെ അറിയാതിരിക്കലാണ് ബന്ധനം എന്ന് പറയുന്നത്. അപ്പൊ ഈ ബന്ധനത്തിൽ നിന്നാണ് നമുക്ക് മുക്തി നേടേണ്ടത്. ഇനി ശ്ലോകം 9. ഇനി ഭഗവാൻ ഒന്നും കൂടി വിവരിക്കുകയാണ്. പുണ്യോഗന്ധഃ പൃഥ്വീവ്യാം ച തേജശ്ചാസ്മി വിഭാവസൗ ജീവനം സർവഭൂതേഷു തപശ്ചാസ്മി തപസ്യുഷു. അതായത് ഭൂമിയിൽ പുണ്യഗന്ധമായും തീരെ ചൂടായും ജീവജാലങ്ങളിലെല്ലാം ജീവനായും തപസ്സായും കുടികൊള്ളുന്നത് ഞാൻ തന്നെയെന്ന് ഭഗവാൻ പറയുന്നു. അപ്പോ എല്ലാത്തിനും നമ്മൾ കാണുന്നത് ഭഗവാനെ തന്നെയാണ്.
അപ്പൊ ഇതില് പുണ്യം എന്ന വാക്കിന് ഇവിടെ ജീർണിച്ചിട്ടില്ലാത്തതാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ആദ്യയിലേ ഉള്ളത്, ഇപ്പൊ ഉള്ളതല്ല, ഇത് ആദ്യം തന്നെ ഉള്ളതാണെന്ന് ഭഗവാൻ പറയുന്നു. അപ്പോ ഈ ഭൗതിക ലോകത്തില് എല്ലാത്തിനും ഒരു സവിശേഷതയുണ്ട് ഇല്ലേ? എല്ലാ ഒരു പൂവിനായാലും ഒരു ഗന്ധം, ആ ഗന്ധം എത്ര വിധത്തിലുള്ള പൂക്കളുണ്ട്, അതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഗന്ധങ്ങളാണ്. പൂക്കൾക്ക് നിറം വ്യത്യാസമുണ്ട്, ഗന്ധം വ്യത്യാസമുണ്ട്, അതുപോലെ എത്ര ജാതി എത്ര വ്യത്യാസമുണ്ട്. അപ്പൊ എല്ലാത്തിനും ഒരു സവിശേഷത ഉണ്ടെന്ന് ഭഗവാൻ ഇവിടെ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പൊ പൂവിന്, ഭൂമിക്ക്, ജലത്തിന്, അഗ്നിക്ക്, വായുവിന്, അങ്ങനെ എല്ലാം വ്യത്യസ്ത ഗന്ധമുണ്ട്. അപ്പൊ ഗന്ധമില്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അതുപോലെ ഓരോന്നിനും മൗലികമായ ഒരു രസവുമുണ്ട്. അപ്പൊ ഈ രാസദ്രവ്യങ്ങളുടെ കലർപ്പുണ്ടായാല് ഈ രസം വ്യത്യസ്തമാവുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ മാലിന്യം തീണ്ടാത്തത്, അതേപോലെ മൗലികമായിട്ടുള്ള സർവഭൂത വ്യാപ്തമായ ഗന്ധമാണ് കൃഷ്ണൻ. ഇവിടെ അതുപോലെ വിഭാവസൗ എന്ന് പറയുന്നുണ്ട്. വിഭാവസൗ എന്ന്, അതായത് ഇവിടെ ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഗ്നിയെയാണ്. അഗ്നിയെ കൂടാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പോ ഈ അഗ്നിയും ഭഗവാന്റെ തന്നെയാണ്, അതിന്റെ ചൂടും ഭഗവാൻ തന്നെയാണ്. അപ്പൊ അഗ്നി കൂടാതെ നമുക്ക് ഭക്ഷണം പാചകം ചെയ്യാനോ അല്ലെങ്കിൽ ഫാക്ടറി പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ ഒന്നിനും സാധിക്കില്ല. ഈവൻ നമ്മുടെ ഉദരത്തിലുള്ള ഭക്ഷണം ദഹിക്കണമെങ്കിൽ വരെയും അഗ്നി ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ ആയുർവേദം അനുസരിച്ചിട്ട് ദഹനക്കേട് ഉണ്ടാവുന്നത് ഉദരത്തിലെ ചൂടിന്റെ വ്യത്യസ്തത കൊണ്ടാണ്, അല്ലെങ്കിൽ ഊഷ്മാവ് കുറയുമ്പോഴെന്നാണ് പറയുന്നത്. അപ്പൊ ദഹനക്രിയക്ക് വരെയും അഗ്നി ആവശ്യമാണെന്ന് പറയുന്നത്. അപ്പൊ ഇതിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഈ ഭൂമിയിലുള്ള സർവ്വധാതുക്കളും ജലം, ഇത് എല്ലാ സർവ്വ ഭൗതിക മൂല്യങ്ങളും എല്ലാം കൃഷ്ണനിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പൊ ഒരു മനുഷ്യന് ആയുസ് ഉണ്ടാവുന്നതും ഭഗവാന്റെ കൃഷ്ണൻ മൂലമാണ്. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കുന്നത് ആർക്കാണ്? കൃഷ്ണാവബോധം ഉദിച്ചവർക്ക് ഇതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇനി ശ്ലോകം 10 പോകാം നമുക്ക്. ബീജം മാം സർവഭൂതാനാം വിദ്ധി പാർത്ഥ സനാതനം ബുദ്ധിർബുദ്ധിമതാമസ്മി തേജസ്വിനാത്മഹം. അപ്പൊ ഇതില് പറയുന്നത്, കുന്തിപുത്ര, സർവ്വ ജീവജാലങ്ങളുടെ ആദിബീജം ഞാനാണെന്ന് നീ അറിയണം. ബുദ്ധിമാന്മാരുടെ ബുദ്ധിയും ശക്തിയും തേജസ്വികളുടെ തേജസ്സും ഞാൻ തന്നെയാണ്. അപ്പൊ ഭഗവാൻ ഓരോ ശ്ലോകത്തിൽ കൂടി ഭഗവാന്റെ വിവിധ ശക്തികളെ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാല്, അറിഞ്ഞിട്ട് വേണം നമുക്ക് ഭഗവാനെ കൂടുതൽ മനസ്സിലാക്കി ഭഗവാനെ എങ്ങനെ പ്രാപിക്കാനാവും, അത് നമ്മുടെ ജീവിതത്തില് പ്രയോഗത്തിൽ വരുത്തി അങ്ങനെ നമുക്ക് ഭഗവാനുമായിട്ടുള്ള യോഗം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ ഭഗവാൻ ഇതിൽ പറയാണ്, ബീജം എന്നാല് പറയുന്നത് നമുക്കറിയാം, ബീജം എന്ന് വെച്ചാൽ വിത്താണ് അല്ലെ? അപ്പൊ കൃഷ്ണനാണ് എല്ലാത്തിന്റെയും ബീജം. അത് ഈ ലോകത്തില് ചലിക്കുന്നതും അതുപോലെ ചലിക്കാത്തതുമായ അനേക ജീവജാലങ്ങളുണ്ട് അല്ലെ? ചലിക്കുന്ന മൃഗങ്ങളും പക്ഷികളും മനുഷ്യരും, ഇതൊക്കെ ജീവജാലങ്ങളൊക്കെ ചലിക്കുന്ന വർഗത്തിൽപ്പെടുന്നു. ഇനി ചലിക്കാത്തതായിട്ട് വൃക്ഷങ്ങള്, സസ്യങ്ങള്, അങ്ങനെയുള്ള ചെടികളൊക്കെ ചലിക്കാത്ത വിഭാഗത്തിൽ പെടുന്നതാണ്. അപ്പോ ഇവയുടെയും ആദിബീജം കൃഷ്ണനാണ്. അപ്പോ വൈദിക സാഹിത്യം പറയുന്നു എല്ലാത്തിന്റെയും പ്രഭവസ്ഥാനം കൃഷ്ണനാണെന്ന്. കഠോപനിഷത്തിലും പറയുന്നുണ്ട്, 2:13 പറയുന്നു, നിത്യോ നിത്യാനാം ചേതനശ്ചേതനാനാം ഏകോ ബഹുനാം വിദതാധിക അമാൻ. അതായത് നിത്യനും സർവ്വജീവാത്മാക്കളിൽ വെച്ച് സമുത്കൃഷ്ടനുമാണ് അദ്ദേഹം. സർവ്വഭൂതങ്ങളെയും അവിടെ നിന്ന് തന്നെ പരിപാലിക്കും. ബുദ്ധിയില്ലെങ്കിൽ ആർക്കും പ്രവർത്തിക്കാനാവില്ല. താനാണ് ബുദ്ധിക്ക് കാരണമെന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ബുദ്ധിഹീനർക്ക് ഭഗവാൻ കൃഷ്ണനെ അറിയാൻ കഴിയില്ല. അപ്പോ എല്ലാത്തിലും ഭഗവാൻ തന്നെയാണ്, എല്ലാത്തിന്റെ ഉറവിടവും ഭഗവാൻ തന്നെയാണ്. അപ്പൊ ശ്ലോകം 11 പോവാം. ശ്ലോകം 11 പറയുന്നത്, ബലം ബലവതാം ചാഹം കാമരാഗവിവർജിതം ധർമാവിരുദ്ധഭൂതേഷു കാമോസ്മി ഭരതർഷഭ. അല്ലയോ ഭരതർഷഭ, ഞാനാണ് ബലവാന്മാരുടെ ഈ കാമരാഗവിവർജിതമായ ബലം, ധർമ്മവിരുദ്ധമല്ലാത്ത ലൈംഗിക ജീവിതവും ഞാൻ തന്നെ. അപ്പൊ ഇതിൽ ഭഗവാൻ പറയുന്നത് ഭഗവാൻ പറയുന്നുണ്ട്, ബലം അശക്തന്റെ രക്ഷയ്ക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. സ്വന്തം ഇതിന് വേണ്ടിയിട്ട്, സ്വന്തം നന്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ബലം ഉപയോഗപ്പെടുത്തരുത് എന്നാണ് ഭഗവാൻ പറയുന്നത്. അതേപോലെ ധർമാനുസൃതമായിട്ട് വേണം ലൈംഗിക ജീവിതം നമ്മൾ നയിക്കാനായിട്ട്. അത് സന്തോൽപാദനത്തിന് മാത്രമാണ് അതിന്റെ ലക്ഷ്യം. അപ്പോ പിന്നീട് മക്കളിൽ കൃഷ്ണാബോധം ഉളവാക്കുന്നതും അച്ഛനമ്മമാരുടെ കടമയാണ്. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഭഗവാൻ പറഞ്ഞിട്ടുള്ള 11-ാം അധ്യായത്തില്
പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കുട്ടികൾക്ക് ഇതില് അവരും കൂടി ഈ ഭഗവാന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നമ്മൾ എല്ലാവരും നടത്തണം. കാരണം കുട്ടികളിൽ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ഒരു ബീജം അവരിലേക്ക് ഭഗവത്ഗീത വായിക്കാൻ കൊടുത്തും അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തും അവരെ നമ്മളെ ബോധവൽക്കരിക്കാൻ ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. ഹരേ കൃഷ്ണ. ഇനി ശ്ലോകം 12 നോക്കാം. യേ ചൈവ സാത്വികാ ഭാവാ രാജസ്താമസാഞ്ചയേ മത്ത ഏവേദി താൻ വിദ്ധി നത്വാഹം തേഷു തേ മയേ. ഭഗവാൻ ഇതിൽ പറയുന്നു, സാത്വികങ്ങളും രാജസങ്ങളും താമസങ്ങളുമായ എല്ലാ അവസ്ഥകളും എന്റെ ശക്തിയുടെ ബഹിസ്ഫുരണങ്ങളാണ്. ഒരർത്ഥത്തിൽ അവയെല്ലാം ഞാൻ തന്നെ. എങ്കിലും ഞാൻ അവയ്ക്ക് അധീനനല്ല. ഞാൻ ഭൗതിക ഗുണങ്ങൾക്ക് അധീനനല്ല, മറിച്ച് അവയെല്ലാം എന്നിൽ നിലകൊള്ളുന്നു. അപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്, സ്ത്രീഗുണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, ഭഗവാന്റെ ശക്തികളെ കുറിച്ച്. അപ്പൊ ഇതെല്ലാം ഭഗവാനിൽ നിന്നുള്ള ഈ സത്വരജസ്തമോ ഗുണങ്ങളായിട്ടുള്ള ശക്തികളെല്ലാം ഭഗവാനിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ഭഗവാനിൽ നിന്ന് ഉളവായതാണെങ്കിലും ഭഗവാൻ പറയുന്നു, ഞാൻ ഇവയ്ക്കൊന്നും അനുസൃതമായിട്ടല്ല ഞാൻ നടക്കുന്നത്. എന്നാൽ ഈ ഗുണങ്ങൾ ഭഗവാനിൽ നിന്ന് ഉളവായതാണെങ്കിലും ഭഗവാൻ ഇതിന്റെ അധീനതയിലല്ല, ഭഗവാൻ ഇത് ബാധിക്കുന്നില്ല എന്ന് പറയുന്നു. ഇനി ശ്ലോകം 13. ത്രിവിർഗുണമയേർഭാവേരേഭി സർവമിതം ജഗത് മോഹിതം നാഭിജാനാതി മാമേദ്യ പരമവ്യയം. ഇപ്പൊ ത്രിഗുണങ്ങളാൽ സത്വം രജസ് തമസ് വ്യാമോഹിതമായ ഈ ലോകം വിക്ക് അതീതനും അവ്യയനുമായ എന്നെ അറിയുന്നില്ല. അപ്പോ ഇതില് ഭഗവാൻ പറയണ ഈ ശ്ലോകത്തിൽ ഭഗവാൻ ഒന്നും കൂടി ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. അതായത് ഈ ത്രിഗുണങ്ങളാല് വശീകരിക്കപ്പെട്ടവര് ഭഗവാനെ അറിയുന്നില്ല എന്ന് പറയുന്നത്. അപ്പൊ ഈ ത്രിഗുണങ്ങൾക്ക് അധീനരായ ഓരോ ജീവാത്മാവിനും ഓരോ വിധത്തിലുള്ള ശരീരപ്രകൃതിയും അതുപോലെ പ്രത്യേക രീതിയിലുള്ള മാനസികവും ശാരീരികവുമായ പ്രവർത്തനങ്ങളും ഉണ്ട്. അപ്പൊ ഇതിനെല്ലാം ഭഗവാൻ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, സത്വഗുണം മാത്രമുള്ളവരെ ബ്രാഹ്മണർ എന്ന് വിളിക്കുന്നു. അതേപോലെ രജോ ഗുണം മാത്രമുള്ളവരെ ക്ഷത്രിയരെന്ന് വിളിക്കുന്നു. അപ്പൊ ചിലരില് രജോ ഗുണവും തമോ ഗുണവും ഉണ്ടാവും, അവരെ വൈശ്യരായിട്ട് തരംതിരിച്ചിരിക്കുന്നു. പിന്നെ തമോ ഗുണം മാത്രമുള്ളവരെ ഭഗവാൻ ശൂദ്രരെന്നും വിളിക്കുന്നു. അപ്പൊ നമ്മൾ ഇതില് ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും മായാശക്തിക്ക് വശംവദരായിട്ട് നമ്മൾ അടുത്ത ജന്മം നമുക്ക് എന്താണോ കിട്ടാൻ പോകുന്നത് അതിനെ കുറിച്ചൊന്നും നമ്മൾ ബോധവാന്മാരല്ല. അപ്പൊ നമ്മൾ ഈ ശരീരാടിസ്ഥാനത്തില് നമ്മൾ പലരെയും ആണ് പെണ്ണ് അല്ലെങ്കിൽ കറുത്തവര് വെളുത്തവര് അതുപോലെ ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ അമേരിക്കക്കാരൻ റഷ്യക്കാരൻ അങ്ങനെ പല വിധത്തിൽ പേരിട്ട് നമ്മൾ വിളിക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന ഭഗവാനെ നമ്മൾ മറന്നു പോകുന്നു. അപ്പൊ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, സ്വാത്വികന്മാർക്ക് പോലും എന്റെ വ്യക്തിഭാവം അറിയാൻ കഴിയുന്നില്ല എന്ന്. ഇനി ശ്ലോകം 14. ദൈവീ ഹേഷ ഗുണമയീ മമ മായാ ദുരത്യയ മാമേവയേ പ്രപദ്യത്തെ മായാമേതാം തരന്തിതേ. അപ്പൊ ഭഗവാൻ ഇതിൽ പറയുന്ന ഭഗവാന് എണ്ണമറ്റ ശക്തികൾ ഉണ്ട് എന്നാ പറയുന്നത്. നമുക്കറിയാം, ഇപ്പൊ നമ്മൾ തന്നെ കണ്ടു ഭൗതിക ശക്തി ഈ പ്രപഞ്ചത്തിൽ, അതുപോലെ ഉത്കൃഷ്ട ശക്തികള്, ജീവാത്മാക്കള്, ഇനിയും വേറെ ശക്തികളുണ്ട് ഭഗവാന്. അപ്പൊ ഇവയെല്ലാം ഭഗവത് അംശമായി ജീവാത്മാക്കൾക്കും ഉണ്ട്. പക്ഷെ ഈ ഭൗതിക ശക്തിയുമായിട്ടുള്ള സമ്പർക്കത്തിൽ വരുന്നോണ്ട് ജീവാത്മാക്കള് ഇതിന്റെ പ്രഭാവം മനസ്സിലാക്കാണ്ട് അത് മറക്കപ്പെട്ടു പോകുന്നു. അപ്പോ ഇതിനെ അതിജീവിക്കാനായിട്ട് ജീവാത്മാക്കൾക്ക് കഴിയുന്നില്ല. കാരണം ഈ മായയില് നമ്മൾ അപഹരിക്കപ്പെടുകയാണ്. ഈ മായ വന്നിട്ട് നമ്മള് ഈ ഭഗവാന്റെ ഇതിൽ നിന്ന് മറയ്ക്കപ്പെടുന്നോണ്ട് നമ്മൾ ആരാണെന്നും നമ്മുടെ ശരീരം എന്താണെന്നും നമ്മുടെ സ്വരൂപം എന്താണെന്നും നമ്മൾ മറന്നു പോകുന്നു. നമ്മൾ ഈ മായയ്ക്ക് അടിമപ്പെട്ടതുകൊണ്ട് നമുക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഈ ഭഗവാനിൽ നിന്നുള്ളവായ ഭൗതിക ശക്തിയും ഇത് ഇങ്ങനെ മറക്കപ്പെടുന്നതുകൊണ്ട് എന്താണ് കാരണം എന്ന് വെച്ചാല് ഈ ഭൗതിക ശക്തിയും ആധ്യാത്മിക ശക്തിയും എല്ലാം ശാശ്വതമാണ് ഭഗവാനിൽ നിന്നുണ്ടായ. അതേപോലെ ഈ ശക്തിയുടെ സമ്പർക്കത്താല് മാലിന്യമുള്ള ജീവാത്മാക്കളുടെയും വ്യാമോഹം ഉണ്ടല്ല നമ്മള് അതും ശാശ്വതമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ജീവാത്മാവിനെ ഉപാധിബദ്ധൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഉപാധിബദ്ധനായ ജീവാത്മാവ് നിത്യബദ്ധൻ എന്ന് വിളിക്കപ്പെടുന്നു.
നിത്യബദ്ധൻ എന്ന് വിളിക്കപ്പെടുന്നതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല് എപ്പോഴും ബദ്ധന ഭാവത്തിലാണ് ഈ ജീവാത്മാവുള്ളത്. അതുകൊണ്ടാണ് നിത്യബദ്ധൻ എന്ന് ജീവാത്മാവിനെ വിളിക്കുന്നത്. അപ്പോ ഭഗവത് ശക്തിയെ ഇതില് പറയുന്നുണ്ട്, വൈദിക ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, ഈ മായ എന്ന് പറഞ്ഞത് അസത്യവും അതുപോലെ ക്ഷണികവുമാണ്. അപ്പൊ പക്ഷെ ഈ മായയ്ക്ക് പിന്നിലുള്ള ഭഗവാൻ സർവേശ്വരനും അതേപോലെ പരമോന്നതനും സർവനേതാവുമാണ്. പക്ഷെ ഈ ജീവാത്മാവിന് ഇത് മായയിൽ അപഹരിക്കപ്പെട്ടതുകൊണ്ട്, മായയുടെ ശക്തിയെ നമ്മൾ നിയന്ത്രിതരായതുകൊണ്ട് നമ്മൾ ഇതൊന്നും അറിയുന്നില്ല. നമ്മൾ ബന്ധനത്തിലാണെന്ന് മനസ്സിലാക്കുന്നില്ല. നമ്മൾ ബന്ധനത്തിൽ ആയതുകൊണ്ട് നമ്മളെ രക്ഷിക്കാനായിട്ട് ബന്ധനമില്ലാത്ത ഒരാൾക്ക് സാധിക്കും. അപ്പൊ അതിന് സാധിക്കുന്നത് ആർക്കാണ്? ഒന്നല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണന്റെ കാരുണ്യം കൊണ്ട്, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗുരുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രം. ഭഗവാന്റെ വിശ്വസ്തനായ സേവകനാണ് ഗുരു. അപ്പൊ ഈ രണ്ടു പേർക്ക് നമുക്ക് ഈ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഭഗവാന്റെ അരുമപുത്രനായ ജീവാത്മാക്കളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മൾ ഭഗവാന്റെ പുത്രന്മാരാണ്, അരുമരായിട്ടുള്ള പുത്രന്മാരായതുകൊണ്ടും പിന്നെ അതുപോലെ ഭഗവാനിൽ നമ്മൾ സമർപ്പിതരായതുകൊണ്ട് ഭഗവാന് വിശേഷ കരുണ നമ്മളോട് കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ ഒരു ബന്ധനമുക്തി നമുക്ക് നൽകുന്നത്. പക്ഷെ ഇതിനുള്ള ഒരേ ഒരു ഉപായം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഭഗവാന്റെ പാദപത്മങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ അഹേതുകമായ ഈ കാരുണ്യം കിട്ടി ഈ ലോകത്തിൽ നിന്ന് ബന്ധനമുക്തനായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കൂ. അപ്പോ ഇവിടെ ഈ ശ്ലോകത്തിലെ മാമേവ എന്നൊരു പ്രത്യേക വാക്കുകൾ പറയുന്നുണ്ട്. അപ്പോ ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല് ഭഗവാൻ കൃഷ്ണനെ മാത്രമല്ലേ, ബ്രഹ്മാവ്, ശിവൻ, വിഷ്ണു 3 പേരുണ്ട്. അപ്പൊ ഭഗവാൻ കൃഷ്ണനെ മാത്രം ആശ്രയിക്കേണ്ട ആവശ്യം എന്താണ് നമുക്ക് തോന്നിപ്പോകും. പക്ഷെ എന്തുകൊണ്ടാന്ന് വെച്ചാല് ഈ ശിവനും ബ്രഹ്മാവും ഒക്കെ രജസ്തമോ ഗുണങ്ങൾ ഉള്ളവരാണ്. അപ്പൊ രജസ്തമോ ഗുണങ്ങൾ ഉള്ളവർക്ക് ഒരിക്കലും മോക്ഷം കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ബന്ധനത്തിൽ പെട്ടവരെ മോചിപ്പിക്കാൻ കഴിയില്ല. അത് വിഷ്ണുവിന് മാത്രമേ അതിന് ഈ മായയുടെ പിടിയിൽ നിന്ന് ഒരു ജീവാത്മാവിനെ രക്ഷിക്കാൻ കഴിയുള്ളൂ. ശതാരോപനിഷത്തിലെ 3:8 പറയുന്നുണ്ട്, തമേ വിദിത, കൃഷ്ണനെ അറിയുന്നത് കൊണ്ടേ മുക്തി സാധ്യമാവൂ എന്ന് പരമശിവനും തർപ്പിച്ചു പറയുന്നു. മുക്തിപ്രദാത സർവേഷാം വിഷ്ണുരേവന സംശയ, എല്ലാവർക്കും മോക്ഷദായകനായിട്ടുള്ളത് വിഷ്ണു മാത്രമാണെന്ന് സംശയമില്ല. അപ്പൊ ഇതിനെ അടിസ്ഥാനമാക്കി ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. ഒരു കഥയല്ല, ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്കും ചിലപ്പോൾ ഒരുപക്ഷെ അറിയാമായിരിക്കുമെങ്കിലും ഈ അവസരത്തിൽ ഞാനൊന്ന് ഓർപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. അതായത് ഒരിക്കലും മഹർഷിമാരുടെ ഇടയിൽ ഒരു സംവാദം ഉണ്ടായി. ആരാധിക്കാനായിട്ട് സർവശ്രേഷ്ഠനായിട്ടുള്ള അത് ആരാണെന്നുള്ള ഒരു തർക്കം അവരുടെ ഇടയിൽ ഉണ്ടായി. അപ്പോ അവര് അവസാനം ഒരു തീരുമാനത്തിലെത്തി. ഭൃഗുമുനിനെ ഇത് കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് അന്വേഷിച്ചു വരാനായിട്ട് അവര് ചുമതലപ്പെടുത്തി. അപ്പോൾ ഭൃഗു മഹർഷി ഇതിനായിട്ട് പുറപ്പെട്ടു. അപ്പൊ അദ്ദേഹം ആദ്യം പോയത് ബ്രഹ്മാവിന്റെ അടുക്കലേക്കാണ്. അപ്പൊ ബ്രഹ്മാവിന്റെ അടുക്കലേക്ക് അദ്ദേഹം ചെന്നപ്പോൾ അവിടെ സരസ്വതി ദേവിയും ബ്രഹ്മാവും സല്ലാപത്തിലായിരുന്നു. അപ്പോ അവര് സല്ലാപത്തിലായതുകൊണ്ട് ബ്രഹ്മാവ് വരുന്നത് അത്ര ഭൃഗുമുനി വരുന്നത് അത്ര ശ്രദ്ധിച്ചിട്ടില്ല. അവരുടെ ഇതില് ഇങ്ങനെ വ്യാപരിച്ചിരുന്നു. അപ്പൊ ഭൃഗു മഹർഷി നമുക്കറിയാം, ഭഗവാൻ പറയുന്നുണ്ട് 10ാമത്തെ അധ്യായത്തിൽ 25ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഭഗവാൻ എന്താണ് മഹർഷീണാം ഭൃഗുരേവ എന്ന് പറയുന്നുണ്ട് ഭഗവാൻ. അതായത് മഹർഷിമാരിൽ ഭഗവാൻ ഏറ്റവും പ്രിയമായിട്ടുള്ളത് ഭൃഗു മഹർഷിയാന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മഹർഷി വന്നപ്പോ ഇവര് ശ്രദ്ധിക്കാണ്ടിരുന്നത് ഭൃഗു മഹർഷിക്ക് ഒരു അപമാനമായിട്ട് തോന്നി. അദ്ദേഹത്തിന് അപമാനിച്ചത് പോലെ തോന്നി. അപ്പൊ അദ്ദേഹം ബ്രഹ്മാവിന് ഒരു ശാപം കൊടുത്തു. അതായത് ഭൂമിയിൽ ഒരിടത്തും ബ്രഹ്മാവിന് ആരാധന ഉണ്ടാവരുത് എന്നുള്ള ഒരു ശാപം കൊടുത്തു. അങ്ങനെ അവിടുന്ന് മഹർഷി പിന്നെ അടുത്തത് പരമശിവന്റെ ലോകത്തിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഭഗവാനും പാർവതി ദേവിയും ക്രീഡയിലായിരുന്നു. അപ്പൊ അവര് ക്രീഡയിൽ ഏർപ്പെട്ടിരുന്നുകൊണ്ട് ഭൃഗുമുനിയെ വേണ്ട വിധത്തില് ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ആദരിക്കാനോ അദ്ദേഹത്തിന്
ആദരിച്ച് അദ്ദേഹത്തിന് പ്രണാമങ്ങൾ അർപ്പിക്കാനൊന്നും അവർക്ക് സാധിച്ചില്ല. അപ്പൊ അവിടെയും ഭൃഗു മഹർഷിക്ക് ഇത് വല്ലാത്തൊരു അപമാനമായിട്ട് തോന്നി. അദ്ദേഹം ഭഗവാൻ പരമശിവനെ ഇങ്ങനെ ശപിച്ചു. ഭൂമിയില് ശിവലിംഗ രൂപത്തില് ശിവന് ആരാധന ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശപിച്ചു. പിന്നീട് അദ്ദേഹം പോയത് വിഷ്ണു ലോകത്തിലേക്കാണ്. അപ്പൊ വിഷ്ണുവിന്റെ ലോകത്തിൽ എത്തിച്ചെന്നപ്പോ ഭഗവാൻ വിഷ്ണു തന്റെ ശേഷവാഹനത്തില് ശയിക്കുകയാണ്. അപ്പൊ ഭഗവാൻ ലക്ഷ്മി ദേവി ഭഗവാന്റെ പാദസേവനം ചെയ്തുകൊണ്ട് അടുത്ത് തന്നെയുണ്ട്. അപ്പൊ ഇവിടെ ഭഗവാൻ നിദ്രയിലായിരുന്നു, യോഗനിദ്രയിലായിരുന്നു. നിദ്രയിലായതുകൊണ്ട് ഭഗവാൻ ഭൃഗുമുനി വന്നത് അത്ര ശ്രദ്ധിച്ചില്ല, നിദ്രയിലായതുകൊണ്ട്. അപ്പൊ ഇത് കണ്ടപ്പോ ഇവിടെയും ഭൃഗുമുനിക്ക് ഒരു ഇത് തോന്നി, രണ്ട് സ്ഥലത്തും ഇതുപോലെ അപമാനം, ഇനി ഇവിടെ വന്നപ്പോഴും ഇത് തന്നെയാണെന്നുള്ള ഒരു കോപം കൂടുതൽ ഉണ്ടായി. അദ്ദേഹം വിഷ്ണുവിന്റെ ഇതിൽ തന്നെ മാറിടത്തിൽ തന്നെ കാലുകൊണ്ട് ചവിട്ടി. അപ്പോ കാലുകൊണ്ട് ചവിട്ടി കഴിഞ്ഞപ്പോ ഭഗവാൻ നിദ്രയിൽ നിന്ന് ഉണർന്ന് ഇപ്പോഴാണ് ഭൃഗുമുനിയെ കണ്ടത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മഹർഷി ക്ഷമിക്കണം. അദ്ദേഹം വേഗം മഹർഷിയുടെ കാല് പിടിച്ചു പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ നിദ്രയിലായിരുന്നു, മഹർഷി വന്നത് അറിഞ്ഞില്ല, ക്ഷമിക്കണം, എന്റെ ഹൃദയം കഠിന ഹൃദയമാണ്, കല്ല് പോലെയാണ്, അതുകൊണ്ട് മഹർഷിയുടെ കാലിന് എന്തെങ്കിലും ക്ഷതമേറ്റോ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹത്തിന്റെ കാലുകൾ തടവി കൊടുത്ത് അദ്ദേഹത്തിന് ക്ഷമ ചോദിക്കും. അപ്പൊ ഭൃഗുമുനിക്ക് മനസ്സിലായി, അതായത് ഇത്രയും സാത്വികമായിട്ടുള്ള ഗുണമുള്ളത് കൊണ്ടാണ് വിഷ്ണു ഭഗവാൻ ഇങ്ങനെ ഇത്രയും മഹർഷി ഇങ്ങനെ ഒരു മാറിടത്തിൽ ചവിട്ടിയെങ്കിലും അദ്ദേഹത്തിന്റെ മഹത്വം മനസ്സിലാക്കി അദ്ദേഹത്തെ ആദരിച്ചതും അദ്ദേഹത്തിനോട് ക്ഷമ ചോദിച്ചു. അപ്പൊ മഹർഷി മനസ്സിലായി, ഇത് നമുക്ക് ആരാധനയ്ക്ക് സർവശ്രേഷ്ഠനായിട്ടുള്ളത് വിഷ്ണു തന്നെയാണ്. അങ്ങനെ മഹർഷിമാരുടെ സംശയങ്ങൾ അദ്ദേഹം തീർത്തു കൊടുത്തു. ഹരേ കൃഷ്ണ. അപ്പൊ ഇതാണ് അദ്ദേഹത്തെ ഈ ശ്ലോകമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഇനി ശ്ലോകം 15. മാതാജി ഇല്ല. ദുഷ്ടരായ മൂഢന്മാരും മനുഷ്യാധമന്മാരും മായലഭൃത ജ്ഞാനത്തോടു കൂടിയവരും നിരീശ്വരരുമായ അസുരന്മാർ എന്നെ ശരണം പ്രാപിക്കുന്നില്ല. അപ്പോ ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്, 4 വിധത്തിലുള്ള ദുഷ്കൃതികളായ ജനങ്ങളെ കുറിച്ച് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. അത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ ശ്ലോകത്തില് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, സമൂഹത്തിലെ ബുദ്ധിജീവികളും അതുപോലെ ശാസ്ത്രജ്ഞരും ഭരണകർത്താക്കളും ഒക്കെ ഉണ്ട്, എന്തുകൊണ്ട് അവരൊന്നും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ശരണം പ്രാപിക്കുന്നില്ല എന്ന്. പക്ഷെ നമുക്ക് പുരാണത്തിലെ ശാസ്ത്രങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ഇതുപോലെ ബ്രഹ്മാവ്, ശിവൻ, കപിലൻ, അതുപോലെ കുമാരന്മാര്, ദേവലൻ, പിന്നെ ആസിതൻ, അങ്ങനെ ഒരുപാട്, കപിലൻ, പ്രഹ്ലാദൻ തുടങ്ങിയവരെ വലിയ, അതുപോലെ മാധ്വാചാര്യരും രാമാനുജരും അതുപോലെ ചൈതന്യ മഹാപ്രഭു, ഇവരൊക്കെ വിദ്യാഭ്യാസ ഉള്ളവരും അതുപോലെ ഭരണകർത്താക്കളും രാജതന്ത്രജ്ഞന്മാരൊക്കെ ആയിരുന്നു. പക്ഷെ ഈ ഭൗതിക ഉന്നതിക്ക് വേണ്ടി മാത്രം തങ്ങളുടെ പാണ്ഡിത്യമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമോ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകള് അവരൊരിക്കലും ഭഗവാന്റെ ഇതില് തൃപ്പാദങ്ങളിൽ ശരണം പ്രാപിക്കില്ല. എന്തുകൊണ്ട്? അവരൊരിക്കലും ഭഗവാനെ അംഗീകരിക്കുകയില്ല, ഭഗവാന്റെ പദ്ധതികളെ കുറിച്ചും അല്ലെങ്കിൽ ഭഗവാന്റെ മാർഗങ്ങളെ പറ്റിയൊന്നും അവര് ശ്രദ്ധിക്കുകയില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാല് അവർക്ക് ഭഗവാനെ കുറിച്ച് യാതൊരു അറിവുമില്ല. അപ്പൊ ഇവിടെ ദുഷ്കൃതികൾ എന്ന് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് നാസ്തികരായിട്ടുള്ള ഭരണകർത്താക്കളെയാണ്. അപ്പൊ അവർ ചിലപ്പോ ഒരുപക്ഷെ ബുദ്ധിമാന്മാരായിരിക്കും, ഗുണവാന്മാരും ഒക്കെ ആയിരിക്കും. പക്ഷെ അവരുടെ ബുദ്ധി ഭഗവാനെ എതിർക്കാനാണ് അവര് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഭഗവാന്റെ കൽപ്പനകളെ എതിർക്കാനാണ് ഉപയോഗിക്കുക. അപ്പൊ ഉദാഹരണം നമുക്ക് ശാസ്ത്രങ്ങളിൽ തന്നെ കാണുന്നുണ്ട്, രാവണൻ, അതുപോലെ ഹിരണ്യകശിപു, ഇവരൊക്കെ നമുക്ക് ശാസ്ത്രങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ഇവരുടെ പദ്ധതികളൊക്കെ തരിപ്പണമായി പോയിട്ടേ ഉള്ളൂ. അപ്പൊ ഇനി ഭഗവത്തരം ദുഷ്കൃതികളെ ഇവിടെ 4 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അവരാരൊക്കെയാന്ന് നോക്കാം. ഒന്ന് മൂഢന്മാർ.
അപ്പൊ ഈ മൂഢന്മാരെന്ന് പറയുന്നത് ഈ ഭാരം ചുമക്കുന്ന മൃഗങ്ങളെ ഓർപ്പിക്കും നമ്മളെ. അപ്പൊ ഈ ഭാരം ചുമക്കുന്ന മൃഗങ്ങൾക്ക് അവർക്ക് അത് സ്വയം അനുഭവിക്കണം എന്നാണ്. അത് അവര് ഭഗവാനുമായിട്ട് ഒരിക്കലും പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അവർക്ക് ഇതെല്ലാം സ്വയം അനുഭവിക്കണം എന്നാണ് അവര് ഇതുള്ളത്. അതുപോലെ അവര് ആർക്ക് വേണ്ടിയിട്ടാണോ ഈ അധ്വാനിക്കുന്നത് അതൊന്നും അവര് നോക്കാറില്ല. കാരണം എന്താ, അവർക്ക് ഇത്തിരി പുല്ല്, കഴുതയ്ക്ക് ഇത്തിരി പുല്ല് കിട്ടണം. ആ പുല്ല് കിട്ടിയാല് കഴുത സംതൃപ്തരായി. അപ്പൊ അത് ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രവർത്തിക്കുന്നതെന്നൊന്നും അവര് അറിയാൻ ഉദ്ദേശിക്കുന്നില്ല. അതുപോലെയാണ് ഈ മൂഢന്മാര്. അവര് ഇതിന്റെ പിന്നിലുള്ള അധ്വാനിക്കുന്നത് ആർക്കാണ് എന്നൊന്നും മനസ്സിലാക്കാണ്ട് യഥാർത്ഥ യജമാനൻ ആരാണെന്നൊന്നും അവര് മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. അവര് അതുപോലെ യഥാർത്ഥ അധിപതിയായ ഭഗവാനെ ആശ്രയിക്കല്ല. അവര് ഇതുപോലെ ധനദേവതയൊക്കെ ആശ്രയിച്ചിട്ട് കുറച്ച് പണം കിട്ടിക്കഴിഞ്ഞാൽ ആ പണം കൊണ്ട് അവരുടെ കാര്യങ്ങൾ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ യഥാർത്ഥ യജമാനൻ ആരാണ്? ഈ ധനദേവതയ്ക്ക് ആരാണോ ഇത് കൊടുക്കുന്നത്, ധനം കൊടുക്കുന്നത്, അതൊക്കെ ഭഗവാനാണ്, ശ്രീകൃഷ്ണനാണ് കൊടുക്കുന്നത്. പക്ഷെ ആ ഭഗവാനെ അവര് ത്യജിച്ചിട്ട് അവര് ദേവതകളെയാണ് പൂജിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇനി അടുത്തത് നരാധവന്മാരാണ് പറയുന്നത്. അപ്പൊ ഈ നരാധമന്മാരിൽ ചരച്ച് താഴ്ന്ന മനുഷ്യരെന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ നമുക്കറിയാം സാമൂഹ്യവും ഭരണപരവും അതുപോലെ ധാർമ്മികമായ ചില നിശ്ചിത പ്രമാണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന് വഴങ്ങി ജീവിക്കുന്നവരെയാണ് പരിഷ്കൃത ജനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് വിധേയരാത്തരെ നരാധമന്മാരുമെന്ന് പറയുന്നു. അപ്പൊ ഈ ധാർമ്മികങ്ങളായ പ്രമാണങ്ങൾ അനുസരിക്കുന്ന അതിന്റെ ഉദ്ദേശം തന്നെ പരമസത്യത്തെയും അതിന് ഈ മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് അറിയുന്നത് കൊണ്ടാണ് ഈ നല്ല സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളൊക്കെ ഈ നിയമങ്ങളും പ്രമാണങ്ങളൊക്കെ അനുസരിക്കുന്നത്. പക്ഷെ ഇത് അനുസരിക്കാത്തവരെ എന്തുകൊണ്ടാന്ന് വെച്ചാല് അവര് ഈ ധനാധമന്മാരാണ്. അവർക്ക് നമുക്ക് ഈ ബന്ധത്തെ വീണ്ടെടുക്കാനാണ് ഈ പരിഷ്കൃതമായ മനുഷ്യ ജീവിതം ഭഗവാൻ തന്നിട്ടുള്ളത്. പക്ഷെ ഇത് അറിയാണ്ട് അവര് ഇത് പാഴാക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം ഗർഭാവസ്ഥയിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുമ്പോ അവർക്ക് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കും ഇങ്ങനെ, ഭഗവാനെ ഞാൻ എന്തെല്ലാം ക്ലേശകരമായ അവസ്ഥയിലാണുള്ളത്. ഇപ്പൊ കുഞ്ഞു ഗർഭാവസ്ഥയിൽ ഉണ്ടാവുമ്പോ മാതാവ് പലപ്പോഴും വളരെ എരിവും പുളിയുള്ളതൊക്കെ കഴിച്ച കുഞ്ഞിന് ക്ലേശങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഗർഭസ്ഥ ശിശു ആ സമയം ഭഗവാനോട് പ്രാർത്ഥിച്ചാലും അത് കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ഇതൊക്കെ മറന്നു പോകുന്നത്. അപ്പോ നമ്മുടെ മാതാപിതാക്കളുടെ ലക്ഷ്യമാണ് കുട്ടികളെ ദിവ്യമായ ബോധം ഉയർത്തി അവരെ ഭഗവാൻ കൃഷ്ണാബോധത്തിൽ വളർത്തിയെടുക്കേണ്ടത് എന്നുള്ളത്. ഇനി അടുത്തത് മായയാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടു കൂടിയവരാണ്. ഇവിടെ ഇങ്ങനെ മറ്റൊരു വിഭാഗം ദുഷ്കൃതികളുണ്ട്. ഇവര് പണ്ഡിതന്മാരൊക്കെ ആയിരിക്കും. പക്ഷെ ഇവർക്ക് മായിക ശക്തിയില് പ്രഭാവത്തിൽ വന്നിട്ട് ഇവര് ആർജിച്ച ജ്ഞാനമൊക്കെ നഷ്ടപ്പെടും ഇവർക്ക്. അപ്പൊ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ മായാശക്തിയാല് അവര് വഴിതെറ്റിക്കപ്പെടുന്നതുകൊണ്ടാണ്. അങ്ങനെ അവര് ഭഗവാനെ അനുസരിക്കാതെ ആവും. അപ്പൊ നമുക്കറിയാം ഇക്കാലത്ത് ഭഗവത്ഗീത പണ്ഡിതന്മാര് വരെ മായാവൃതരായിട്ടുണ്ട്. അപ്പൊ ഭഗവാൻ കൃഷ്ണൻ പരമദിവ്യത്വം പുരുഷനാണെന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഇവരൊന്നും അംഗീകരിക്കാനോ അല്ലെങ്കിൽ ഈ ഭഗവാന്റെ മഹത്വത്തെ അംഗീകരിക്കാനോ അവർ തയ്യാറല്ല. അവര് ഭഗവാൻ ഒരു സാധാരണ വ്യക്തിയായിട്ട് തന്നെയാണ് കാണുന്നത്. ഇനി ആസുരഭാവികൾ. ഈ ആസുരഭാവികൾ എന്ന് പറയുന്നത് അവര് തികച്ചും നാസ്തികരാണ്. അപ്പൊ അവരൊരിക്കലും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന് ഭൗതിക ലോകത്തിൽ അവതരിക്കാൻ കഴിയില്ലെന്നാണ് അവര് വിചാരിക്കുന്നത്. അത് എന്തുകൊണ്ടാന്ന് വാദിക്കുന്നത്. അവരെന്തുകൊണ്ടാണെന്ന് അത് ചോദിച്ചാൽ അവർക്ക് അതിന് ഉത്തരമില്ല. അപ്പൊ ഭഗവാനെ നിന്ദിക്കുക എന്നത് ജീവിത ലക്ഷ്യമാക്കിയിട്ട് എടുത്തിട്ടുള്ള ഇക്കൂട്ടർക്ക് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പണം ചെയ്യാൻ സാധ്യമല്ല. അപ്പൊ ഇങ്ങനെ ഈ 4 കൂട്ടർക്കും ശാസ്ത്രാനുസരണം അതുപോലെ ആധികാരികമായിട്ടുള്ള എന്ത് ഉപദേശങ്ങളും നമ്മൾ നൽകിയാലും അവര് അതൊരിക്കലും ഭഗവാന്റെ പാദങ്ങളിൽ അഭയം പ്രാപിക്കുകയില്ല. ഇനി ശ്ലോകം 16. ചതുർവിധ ഭജൻ ദേമാം ജന സുഹൃത്തിനോർജുന ആർത്തോ ജിജ്ഞാസുരാർത്ഥാർത്ഥി ജ്ഞാനി ച ഭരദർഷഭ. അപ്പൊ ഇതില് ഈ 16ാമത്തെ ശ്ലോകത്തില് പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഹേ ഭരത കുലശ്രേഷ്ഠ, സുഹൃതികളായ 4 കൂട്ടരാണ് എന്നെ ഭജിക്കുന്നത്. അപ്പൊ ദുഷ്കൃതികളെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു 15ാം ശ്ലോകത്തില്. ഇനി സുഹൃതികളായിട്ടുള്ള ആളുകൾ ആരൊക്കെയാന്ന് നോക്കാം. ദുഃഖിതർ, ധനകാംക്ഷി, ജിജ്ഞാസു, പരമസത്യത്തെ അന്വേഷിക്കുന്ന ജ്ഞാനി. ഇങ്ങനെ 4 വിധത്തിലാണ് സുഹൃതികളായിട്ടുള്ളവര്.
അപ്പൊ ഇവര് ശാസ്ത്രാനുസരണമായ വിധികൾ പാലിക്കുന്നവരാണ് അവര്. അതുപോലെ ധാർമ്മികവും സാമൂഹികവുമായ നിയമങ്ങൾ അനുസരിക്കുന്ന ഇവര് ഭഗവത് ഭക്തരാണ്. അപ്പൊ ഇവരിലെ ഇവരിലും ഉണ്ട് 4 വിഭാഗം. ദുഃഖിതരുണ്ട്, ധനാർത്ഥികളുണ്ട്, അതുപോലെ ജിജ്ഞാസു, പരമസത്യത്തെ അന്വേഷിക്കുന്നവര്. അപ്പൊ ഇവര് ശുദ്ധ ഭക്തരല്ല. പക്ഷെ പല പല കാരണങ്ങളാലും ഭഗവത് ഭക്തിയുടെ സേവനത്തിന് വരുന്നവരാണ് ഇവര്. അപ്പൊ ചിലര് ധനത്തിന് വേണ്ടിയിട്ടായിരിക്കും വരുന്നത്, ചിലര് വേറെ ദുഃഖം കൊണ്ടായിരിക്കും, കഠിനമായ ദുഃഖത്തിൽ അകപ്പെട്ട് ഭഗവാനിൽ നിന്നൊരു ആശ്വാസം കിട്ടും ഇത് അങ്ങനെ വരുന്നവരുണ്ട്. പിന്നെ ചിലര് എന്താണ് പരമസത്യം എന്ന് മനസ്സിലാക്കാൻ വരുന്നവര്, അതുമല്ല ചിലര് ജ്ഞാനികള് ഭഗവാനെ മനസ്സിലാക്കാനുള്ളത്. അങ്ങനെയുള്ള ഈ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഭക്തിയുത സേവനത്തിന് പുറമെ അവർക്കും ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ശുദ്ധ ഭക്തി എന്നാല് പറയുന്നത് മറ്റു ആഗ്രഹങ്ങളോ അഭിലാഷങ്ങളോ ഇല്ലാത്ത ഭക്തിയാണ്. അപ്പൊ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിനെത്തുന്ന ഈ 4 വിധ ഭക്തന്മാരും ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു ശുദ്ധ ഭക്തന്റെ സത്സംഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ പരമഭക്തന്മാരാവും. അപ്പൊ ദുഷ്കൃതികളെ സംബന്ധിച്ചിടത്തോളം സ്വാർത്ഥമയവും സംയമരഹിതവും ആധ്യാത്മിക ലക്ഷ്യങ്ങൾ ഇല്ലാത്തതുമാകിയാൽ അവർക്ക് ഭക്തിയുത സേവനം ചെയ്യാൻ ഇത്തിരി ദുഷ്കരമാണ്. അപ്പൊ എന്നാലും ഇവരില് ചിലര് യാദൃശ്ചികമായിട്ട് ഏതെങ്കിലും ഒരു ശുദ്ധ ഭക്തനുമായിട്ടുള്ള സമ്പർക്കം ഉണ്ടായിക്കഴിഞ്ഞാല് അവരും ഭക്തന്മാരാവും. അപ്പോ പറയുന്നത് എന്താന്ന് വെച്ചാല് ചിലപ്പോ ഭൗതിക ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ആളുകള് ഭൗതിക ലോകത്തിൽ നിന്ന് അതുപോലെ നിരാശ ലഭിച്ചവരും ശുദ്ധ ഭക്തന്മാരായിട്ട് ഇതുപോലെ ബന്ധപ്പെടാൻ അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവര് ഭഗവാന്റെ തത്വങ്ങൾ ഗ്രഹിക്കാനുള്ള ജിജ്ഞാസ ഉദിച്ച് അങ്ങനെ ഭഗവാനെ അറിയാനായിട്ട് അവർക്കും ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഭഗവാന്റെ കാരുണ്യത്താല് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി അവരും ഈ ദുഃഖിതരും ജിജ്ഞാസുകളും അതുപോലെ ജ്ഞാനികളും പിന്നെ ഇവരൊക്കെ ഭൗതിക ആഗ്രഹങ്ങളിൽ നിന്നെല്ലാം മുക്തരായി അവർക്ക് മനസ്സിലാവും ഈ ഉന്നതിക്ക് വേണ്ടി, ആധ്യാത്മിക ഉന്നതിക്ക് ഇവയൊന്നും നമ്മളെ സഹായിക്കില്ല എന്ന് മനസ്സിലാക്കി അവര് ശുദ്ധ ഭക്തന്മാരായും. ഇനി ശ്ലോകം 17. തേഷാം ജ്ഞാനി നിത്യയുക്ത ഏകഭക്തിർവിശിഷ്യതേ പ്രിയോ ഹി അർത്ഥമഹം സച മമ പ്രിയ. അപ്പൊ ഇതില് പറയുന്നത് എന്താന്ന് വെച്ചാല് ജ്ഞാനസഹിതമായിട്ടുള്ള ശുദ്ധ ഭക്തിയുത സേവനം നിരതനായിരിക്കുന്നവനാണ് ഇവയിൽ വെച്ച് ഏറ്റവും ഉത്തമൻ. അപ്പൊ ഭഗവാൻ പറയുന്നത് ജ്ഞാനവും ഉണ്ടാവണം, അതേസമയം ഭക്തിയുത സേവനത്തില് നിരന്തരം ഏർപ്പെട്ടിരിക്കുന്നവനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവെന്ന് ഭഗവാൻ പറയുന്നു. അപ്പൊ ഭഗവാന് അയാൾക്ക് ഭഗവാനും പ്രിയപ്പെട്ടവനായിരിക്കും. അപ്പൊ ദുഃഖിതരും ജിജ്ഞാസുകളും ധനാർത്ഥികൾ ജ്ഞാനികൾ ഇവയെല്ലാം ഭൗതിക അഭിലാഷങ്ങളായ മാലിന്യങ്ങളിൽ നിന്ന് മോചിതരായാൽ അവർക്ക് ശുദ്ധ ഭക്തന്മാരാവാം. അപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഓരോരോ ഇതില് ദുഃഖിതരാണ്, പക്ഷെ അവർക്ക് എല്ലാം ഇത് മാലിന്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കാലക്രമേണ അവര് ഭക്തിയുത സേവനം ചെയ്ത് കഴിയുമ്പോൾ അവരിലെ ഇത് ഹൃദയത്തിലുള്ള മാലിന്യങ്ങളൊക്കെ നീങ്ങി അവർക്കും ശുദ്ധ ഭക്തരാവാന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ അവരിൽ പരമസത്യത്തെ കുറിച്ച് അറിവുള്ളവരും ഭൗതികങ്ങളായ എല്ലാ ആശകളിൽ നിന്നും മുക്തി നേടിയവരുമാണ് ഭഗവാന്റെ ശുദ്ധ ഭക്തര്. അപ്പൊ ഈ 4 കൂട്ടരിൽ വെച്ച് ജ്ഞാനിയും അതുപോലെ ഭഗവത് സേവനത്തില് സദാ നിരതനായ ഭക്തനാണ് ഉത്തമൻ എന്ന് ഭഗവാൻ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ ഈ ഭക്തന് അറിയാം തന്റെ ശരീരം ആത്മസ്വരൂപം എന്താണെന്ന്, അത് ശരീരത്തിൽ നിന്ന് ഭിന്നമാണെന്നും ഇയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. കുറച്ചുകൂടി കഴിയുമ്പോൾ അയാൾക്ക് അവ്യക്തിഗതമായ ബ്രഹ്മത്തെ കുറിച്ച് മനസ്സിലാവും, പിന്നെ പരമാത്മാവിനെ കുറിച്ച് അറിവുണ്ടാവും. അങ്ങനെ പരിശുദ്ധനാവുമ്പോൾ ഈശ്വരന്റെ സേവകനാണ്, ശാശ്വത സേവകനാണ് താനെന്ന സത്യം അയാൾക്ക് മനസ്സിലാക്കി അയാൾ അങ്ങനെ ഭഗവാനിലെ കൂടുതൽ അടുപ്പമുണ്ടാവുന്നു. അപ്പൊ അങ്ങനെ ശുദ്ധ ഭക്തന്മാരായിട്ട് സമ്പർക്കത്തില് സ്വയം വിശുദ്ധരായി തീരും. ഇനി അടുത്തത് ശ്ലോകം 18. ഉദാരാ സർവ ഏവൈതേ ജ്ഞാനി തത്മേവ മേ മതം അസ്ഥിത സഹി യുക്താത്മാ മാമേവാനും ഉത്തമാം ഗതി. ഇതില് ഭഗവാൻ പറയുന്നുണ്ട് ഈ ഭക്തന്മാരെല്ലാം മഹാത്മാക്കൾ തന്നെ എന്നതിന് സംശയമില്ല. എന്നാൽ ആരാണോ എന്റെ തത്വത്തെ ഗ്രഹിക്കുന്നത് അയാളെ എന്നിൽ നിന്ന് അന്യനായി ഞാൻ കരുതുന്നില്ല. അയാൾ എന്റെ ദിവ്യ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കയാൽ സർവോന്നതവും പരിപൂർണവുമായ ആത്യന്തിക ലക്ഷ്യത്തിൽ നിശ്ചയമായും എത്തിച്ചേരും. അപ്പൊ ഭഗവാൻ പറയുന്നുണ്ട് എന്താന്ന് വെച്ചാല് ഈ ഭക്തന്മാരെല്ലാം മഹാത്മാക്കളാണ്. അവർക്ക് ഓരോരോ
ഇതുണ്ടെങ്കിലും അവരൊക്കെ മഹാത്മാരാണ്. കാരണം അവര് പിന്നീട് എന്റെ തത്വത്തെയൊക്കെ ഗ്രഹിച്ച് സാവകാശത്തിൽ അവര് സേവനത്തിലേക്ക് ഏർപ്പെട്ട് അവര് പരിപൂർണ അവസ്ഥയിലേക്ക് അത്യന്തികമായിട്ട് എന്റെ ഇതിലേക്ക് വരും എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോ ഇതില് പറയുന്ന വെച്ചാൽ ഞാൻ അല്പം കുറഞ്ഞു പോയെന്ന് വെച്ചിട്ട് ഭഗവാന്റെ കാരുണ്യക്ക് അവര് പാത്രീഭവിക്കാതെ വരുന്നില്ല എന്നാണ്. കാരണം ഏത് ഉദ്ദേശത്തിലൂടെയാണെങ്കിലും അവര് ഭഗവാനെ അഭയം പ്രാപിക്കുകയാണെങ്കിൽ അവര് മഹാത്മാക്കളാണെന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോ ഇവര് എല്ലാവരും മഹാമനസ്കരാണെന്ന് ഭഗവാൻ പറയുന്നത്. കാരണം എന്താ വെച്ചാല് ഭക്തിപരമായ സേവനത്തിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനം ഗ്രഹിക്കുന്നവരും ഭഗവാൻ കൈകൊള്ളുന്നുണ്ട്. എന്തുകൊണ്ടെന്നാല് സ്നേഹത്തിന്റെ ഒരു കൈമാറ്റമാണ് ഇവിടെ നടക്കുന്നത്. ഭഗവാൻ പറയുന്നത് ഭഗവാനെ ഭക്തിപൂർവ്വം നമ്മൾ ഭഗവാനെ സേവിക്കുന്നു. അപ്പൊ ആ ഭക്തരിൽ സന്തോഷവാനായിട്ട് ഭഗവാൻ അവരെ സ്നേഹിക്കുന്നു. അപ്പൊ ഏതെങ്കിലും ഭൗതിക നേട്ടത്തിന് വേണ്ടി ഭഗവാനെ സമീപിക്കുകയാണ് അവർ. അത് നേടിക്കഴിഞ്ഞാൽ അവര് സംതൃപ്തരായി. അപ്പൊ അതോടൊപ്പം തന്നെ അവര് സേവനത്തിൽ കൂടുതൽ പുരോഗമിക്കുകയും അങ്ങനെ പൂർണ്ണ ജ്ഞാനമുള്ള ഭഗവാന് ഇങ്ങനെയുള്ള ഭക്തന്മാരിലാണ് കൂടുതൽ പ്രേമം. എന്തുകൊണ്ടാന്ന് വെച്ചാല് പ്രേമപൂർവ്വം ഭഗവാനെ സേവിക്കൽ മാത്രമാണ് അയാളുടെ ലക്ഷ്യം. അയാൾക്ക് മറ്റൊരു ലക്ഷ്യമില്ല. ഭഗവാനെ സേവിക്കുന്നതാണ് അയാളുടെ ഏറ്റവും ലക്ഷ്യം. അപ്പൊ അങ്ങനെ ഉള്ള ഭക്തന് ഭഗവത് സേവനമോ അതുപോലെ സമ്പർക്കമോ കൂടാതെ ഒരു നിമിഷം പോലും ജീവിക്കാനാവില്ല. അതുപോലെ കൃഷ്ണന് തന്റെ ഭക്തനോട് അതിയായ സ്നേഹമുള്ളതാൽ ഒരിക്കലും വേർപെട്ടു പോകാനും കഴിയില്ല. അപ്പൊ ഭാഗവതത്തിലെ 9-ാമത്തെ സ്കന്ധത്തിൽ 4-ാം അധ്യായത്തില് 68-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ കൃഷ്ണൻ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇനി ശ്ലോകം 19. ബഹുനാം ജന്മനാം അന്ത്യേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ. അതായത് അസംഖ്യം ജനന മരണങ്ങൾക്ക് ശേഷം ജ്ഞാനവാനായ വ്യക്തി സർവജ്ഞനാണ്, കാരണങ്ങൾക്കും കാരണഭൂതനും സർവവ്യാപിയും എന്ന് മനസ്സിലാക്കി എന്നെ അവർ ശരണം പ്രാപിക്കുന്നു. അപ്രകാരമുള്ള മഹാത്മാക്കൾ വളരെ വിരളമാണ്. അപ്പൊ ഒരു വ്യക്തി സർവജ്ഞനാവുന്നത് എപ്പോഴാ? അനേക ജന്മങ്ങളിൽ. നമുക്കറിയാം 84 ലക്ഷം യോനികൾ കൂടി വന്നിട്ടാണ് നമുക്കൊരു മനുഷ്യ ജന്മം ലഭിക്കുന്നത്. അപ്പൊ ഒരു മനുഷ്യ ജന്മം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കണമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് എത്തിച്ചേരാനോ ഒരുപാട് താമസം എടുക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് കുറെ ജന്മങ്ങൾ കടന്നു പോകും. നമ്മൾ ഇങ്ങനെ ഭഗവാനെ മനസ്സിലാക്കാനും നമ്മള് ഭഗവാൻ ആരാണ്, ഞാൻ ആരാണ്, ശരീരം എന്താണ്, ആത്മാവ് എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് അനേക ജന്മങ്ങൾ എടുക്കേണ്ടി വരും. അങ്ങനെ ജന്മം എടുത്തിട്ട് വരുന്ന ഒരാള് ഒരു മഹാത്മാവ് ആയിത്തീരുന്നതാണ്. അപ്പൊ ഭഗവാൻ പറയുന്നുണ്ട് ഈ വ്യക്തി അസംഖ്യ ജന്മമരണങ്ങൾക്ക് ശേഷം ജ്ഞാനവാനാകുമ്പോൾ അദ്ദേഹം മഹാത്മാവാണെന്നാണ്, സർവജ്ഞനാണെന്നാണ് പറഞ്ഞത്. കാരണം കാരണങ്ങൾക്കും കാരണഭൂതങ്ങൾക്കും എല്ലാം ഭഗവാനാണെന്ന് മനസ്സിലാക്കി അയാൾ ശരണം പ്രാപിക്കുന്നു. അപ്രകാരമുള്ള മഹാത്മാക്കൾ വളരെ വിരളമാണെന്നാണ് ഭഗവാൻ പറയുന്നത്. അതുപോലെ ഭക്തിപൂർവം സേവനവും ആധ്യാത്മിക അനുഷ്ഠാനങ്ങളും തുടർന്നു പോരുന്ന ജീവാത്മാവ് എണ്ണമറ്റ ജന്മങ്ങൾക്ക് ശേഷം ഭഗവാൻ കൃഷ്ണനാണ് ആത്മസാക്ഷാത്കാരത്തിന്റെ പരമ ലക്ഷ്യം എന്ന് ഉള്ള ദിവ്യജ്ഞാനം നേടുന്നു. അപ്പൊ ഈ ഭക്തൻ പിന്നെ എല്ലാത്തിലും ഭഗവാനെയാണ് കാണുന്നത്, ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് കാണുന്നത്. അപ്പൊ കൃഷ്ണന് സ്വയം സമർപ്പണം ചെയ്യലാണ് പരമ ലക്ഷ്യമെന്ന് ഈ ജീവാത്മാവ് മനസ്സിലാക്കുന്നു. അങ്ങനെ ആത്മസമർപ്പണം ചെയ്യുന്ന ആത്മാക്കളെ ഏറെ പേരിലാണ് ശ്വേതോശര ഉപനിഷത്തിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇനി ശ്ലോകം 20. കാമൈസ്തൈസ്തദേർ ഹൃതജ്ഞാന പ്രപന്ദേന ദേവത തം തം നിയമാസ്തായ പ്രകൃത്യ നിയതാ സ്വയാ. അപ്പൊ ഇതിൽ പറയുന്ന വെച്ചാൽ ഭൗതിക അഭിലാഷങ്ങളാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടു കൂടിയവർ ദേവന്മാരെ ശരണം പ്രാപിക്കുന്നു. പ്രത്യേക നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് അവർ സ്വപ്രകൃതിയാൽ ദേവന്മാരെ ആരാധിക്കുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ വെച്ചാല് ഭൗതിക അഭിലാഷങ്ങളാല് അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടു കൂടിയവർ, അതായത് ജ്ഞാനമൊക്കെ ഉണ്ട്, പക്ഷെ അവര് ഭൗതികമായിട്ടുള്ള ചില അഭിലാഷങ്ങളാല് അത് അവരുടെ ജ്ഞാനത്തെ മറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരാണ് ഈ ദേവന്മാരെ ആശ്രയിക്കുന്നത്. അപ്പൊ ഇവർക്ക് പ്രത്യേക നിയമങ്ങളും നിബന്ധനകളൊക്കെ അനുസരിച്ച് അവര് സ്വപ്രകൃതിയാൽ തന്നെ ഭഗവാനെ ദേവന്മാരെ ആരാധിക്കുന്നുണ്ട്. അപ്പൊ ഇതില് ഭാവാർത്ഥത്തിൽ പ്രഭാതത്തിൽ പറയുന്നത് വെച്ചാൽ ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് മുക്തരായവർ പരമപുരുഷനെ കൃഷ്ണനെ ശരണം പ്രാപിച്ചു ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നു. അപ്പൊ ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് മുക്തരായി കഴിഞ്ഞാൽ മാത്രമേ ഭഗവാനെ കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കി നമുക്ക് ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ട് ഭഗവാനെ ശരണം പ്രാപിക്കാൻ തോന്നുള്ളൂ. അപ്പൊ ഭൗതിക മാലിന്യങ്ങൾ പൂർണ്ണമായി
തുടച്ചു മാറ്റാത്തിടത്തോളം കാലം അവര് സ്വാഭാവികമായിട്ടും ഭക്തരല്ല. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെയാണ് നമുക്ക് നാമജപത്തിന്റെ പ്രാധാന്യം മനസ്സിലാവുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മുടെ മാലിന്യങ്ങള് ഹൃദയത്തിൽ നിന്ന് തുടച്ചു നീക്കണമെങ്കിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മള് നിരന്തരം ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക, സ്മരിക്കുക, കീർത്തിക്കുക. 2, ഈ അധ്യായത്തിൽ തന്നെ മുമ്പ് പറഞ്ഞു, എന്താണ് ഭഗവത് കഥ ശ്രവണത്തിൽ കൂടി 1-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ശ്രവണത്തിൽ കൂടി ഭഗവാന്റെ കഥകളും അതുപോലെ ഭഗവാൻ ഭക്തന്മാരിൽ നിന്നും ഭഗവാന്റെ കഥകളും ഇതൊക്കെ ശാസ്ത്രത്തിൽ നിന്നൊക്കെ നമ്മൾ കേട്ട് ശ്രവിച്ച് അതും നമ്മുടെ ഹൃദയത്തിലെ മാലിന്യങ്ങൾ മാറ്റാൻ സഹായിക്കും. കാരണം ഭഗവാൻ തന്നെ സന്തുഷ്ടനായിട്ട് നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഭഗവാൻ തന്നെ നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ ഇത് ഈ 2 കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ ഭൗതിക മാലിന്യങ്ങൾ പൂർണ്ണമായി തുടച്ചു മാറ്റാത്തിടത്തോളം കാലം അവര് സ്വാഭാവികമായിട്ട് ഭക്തരല്ല എന്നാ പറയുന്നത്. അപ്പൊ ഭൗതിക അഭിലാഷങ്ങൾ ഉണ്ടെങ്കിൽ പരമപുരുഷനെ ശരണം പ്രാപിക്കുന്നവരെ ബാഹ്യശക്തിയായ മായ ആകർഷിക്കുന്നില്ല. മായ എപ്പോഴും നമ്മള് ഭൗതികമായിട്ട് ചിന്തിക്കുമ്പോ മായ നമ്മളെ ആ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകും. അതേസമയം നമ്മള് ഭഗവാനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ മായ നമ്മളെ ആക്രമിക്കില്ല, മായ മാറിക്കൊടുക്കും. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ശരിയായ ലക്ഷ്യം പ്രാപിക്കുന്നതുകൊണ്ട് ഈ ആളുകള് ഭൗതികമായ കാമങ്ങളിൽ നിന്ന് മോചിതരാവുന്നു. അപ്പൊ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഭൗതിക അഭിലാഷങ്ങൾ ഇല്ലാത്ത ഭക്തരും അതേപോലെ ഭൗതിക അഭിലാഷങ്ങൾ ഉള്ളവരും അതുപോലെ ഭൗതികമായ ആഗ്രഹങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ആഗ്രഹിക്കുന്നവരും എല്ലാവരും വാസുദേവനെ തന്നെ ശരണം പ്രാപിച്ച് ആരാധിക്കണം എന്നാണ് പറഞ്ഞത്. ഭാഗവതം 2-ാമത്തെ സ്കന്ധത്തിലെ 3-ാം അധ്യായത്തിൽ 10-ാം ശ്ലോകത്തിൽ പറയുന്നു, അകാമ കാമോവ മോക്ഷകാമ ഉദാരതിഹി തീവ്രേണ ഭക്തിയോഗേനു യജത പുരുഷം പരം. അതായത് ആധ്യാത്മിക ബോധം നഷ്ടപ്പെട്ട ബുദ്ധിഹീനർ ശ്രീകൃഷ്ണ ഭഗവാനെ ആശ്രയിക്കാതെ വിവിധ ദേവതകളെ പൂജാവിധികൾ അനുസരിച്ച് ഭജിക്കുന്നു. ഇവർക്ക് പരമലക്ഷ്യം പ്രാപിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയില്ല. പക്ഷേ ഭഗവത് ഭക്തനെ വഴി പിഴക്കില്ല. വൈദിക സാഹിത്യത്തിൽ ഓരോ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ ഓരോരോ ദേവന്മാരെ ആരാധിക്കണമെന്ന് വിധിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, രോഗശാന്തിക്ക് വേണ്ടി സൂര്യ ഭഗവാന്, ധനത്തിന് വേണ്ടിയിട്ട് നമ്മള് ആരെയും ലക്ഷ്മി ദേവിയെ പൂജിക്കുന്നു. അങ്ങനെ ഓരോരോ കാരണങ്ങൾക്ക് നമ്മള് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മള് ഇതുപോലെ ദേവന്മാരെ പൂജിക്കാറുണ്ടല്ലോ. ഏത് ദേവന്മാരാണിത്? അയ്യോ, പേര് മറന്നുപോകുന്നത്. ഇടവെട്ടിയിലൊക്കെ ഉള്ള ആ ഭഗവാന്റെ ഇതില്ലേ, അപ്പൊ അങ്ങനെയുള്ള അവരെ നമ്മൾ ഓരോ കാര്യത്തിന് വേണ്ടി ഓരോരുത്തരെ ആശ്രയിക്കുന്നുണ്ട്. അപ്പോ ഈ ചൈതന്യ ചരിതാമൃതത്തിലും ഭഗവാൻ മഹാപ്രഭു പറയുന്നുണ്ട്, ഏകലേ ഈശ്വര കൃഷ്ണ ആരസഭ്യ വൃത്ത. അതായത് ഭഗവാൻ കൃഷ്ണനാണ് സർവേശ്വരൻ, മറ്റുള്ളവരൊക്കെ വൃത്യനാണെന്ന് ആദിലീലയില് 5-ാം അധ്യായത്തില് 142-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ ഒരു ശുദ്ധ ഭക്തൻ തന്റെ അഭിലാഷ കാമ പൂർത്തിക്ക് വേണ്ടി ഒരിക്കലും ദേവന്മാരെ സമീപിക്കാറില്ല. അയാൾ ഭഗവാനെ മാത്രം ആശ്രയിക്കുന്നു. അദ്ദേഹം എന്ത് നൽകുന്നുവോ അതുകൊണ്ട് മാത്രം തൃപ്തിപ്പെടുന്നു. അപ്പൊ ഇതാണ് ഈ 20 ശ്ലോകങ്ങളിൽ കൂടി ഭഗവത്ഗീതയിൽ നിന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ ഭഗവാനെ നമ്മള് ദിവ്യോത്തമ പുരുഷനായിട്ട് അല്ലെങ്കിൽ പരമസത്യമായിട്ട് കണ്ടുകൊണ്ട് ഭഗവാനെ സമർപ്പണം ചെയ്തുകൊണ്ട് ഭഗവാന്റെ ജപം അതുപോലെ ഭഗവത് കഥകൾ ശ്രവിച്ചുകൊണ്ടും നമ്മള് കീർത്തിച്ചുകൊണ്ടും എല്ലാം നമ്മൾ ഭഗവാനിലേക്ക് സമർപ്പിതരായത് ഈ ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് മോചനം നേടി ഭഗവത് സാക്ഷാത്കാരത്തിലേക്കുള്ള ചവിട്ടുപടിയിൽ കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അല്പം സമയം കൂടുതൽ എടുത്തുപോയി, ക്ഷമിക്കണം. പക്ഷെ ഇത് കുറച്ച് വലിയ അധ്യായമായതുകൊണ്ടാണ് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഇതിലെ അർത്ഥം പൂർത്തിയാവില്ല. ഏതായാലും ഞാൻ ക്ഷമ ചോദിച്ചുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ ഗുരുവിന്റെയും ഗുരുപരമ്പരയുടെയും ചരണാരവിന്ദങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഹരേ കൃഷ്ണ, ശ്രീരാധേ രാധേ. മാഞ്ചാകൽപതരൂപാശ്ച കൃപാസിന്ധോ ഉപയോഗിച്ച പതിദാനം പാവനേഭ്യോ വൈഷ്ണവ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. മാതാജി ഓരോ നല്ല നല്ല ഉദാഹരണങ്ങളിലൂടെയും ശാസ്ത്രങ്ങളെ ഉദ്ധരിച്ചും ഓരോ ശ്ലോകവും വളരെ നന്നായിട്ട് തന്നെ ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാതാജിയോട് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.
നമുക്ക് ഇനി വൈൻഡപ്പ് ചെയ്യാം ഇന്നത്തെ സെഷൻ. ഒരിക്കൽ കൂടി ഇന്ന് ഹരിനാമ മഹാത്മ്യത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്ന ഹെർ ഗ്രേസ് ശ്രീകാന്ത ദേവിദാസി മാതാജിക്കും ഭഗവത്ഗീത ക്ലാസ് എടുത്ത ഹെർ ഗ്രേസ് സുശീല സീതാദേവി മാതാജിക്കും ഇസ്കോണിന്റെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇന്നത്തെ ഭഗവത്ഗീത ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇസ്കോണിന്റെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. നരസിംഹ പ്രണാമത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നമസ്തേ നരസിംഹായ പ്രഹ്ലാദഹൃദയിനി ഹിരണ്യകാശീപോർവക്ഷഃ ശിലദണ്ഡനഖാലായേ ഇതോ നരസിംഹ പരതോ നരസിംഹ യതോ യതോ യാമി തതോ നരസിംഹ ബഹിർനരസിംഹോ ഹൃദയേ നരസിംഹോ നരസിംഹമതിം ശരണം പ്രപദ്യേ തവ കരകമലവരേ നാഥം അത്ഭുതശൃംഗം ദലിത ഹിരണ്യകശിപു തനുഭൃംഗം കേശവധൃത നരഹരിരൂപ ജയ ജഗദീശ ഹരേ जय जगदीश हरे जय जगदीश हरे जय सिंहदेव जय नरसिंहदेव नरसिंहदेव जय नरसिंहदेव जय प्रहलाद महाराज जय प्रहलाद महाराज प्रहलाद महाराज जय प्रहलाद महाराज जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय गुरुदेव 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 जय जय गुरुदेव निताय गौर हरि बोल हरि बोल हरि बोल निताय गौर हरि बोल. ഇന്നത്തെ ഭഗവത്ഗീത ഓൺലൈൻ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ബുധനാഴ്ച കണ്ടുമുട്ടാം. എല്ലാവർക്കും ശുഭരാത്രി. ഹരേ കൃഷ്ണ.